ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പടച്ചവനെ 30 വയസ്സുള്ളവരുണ്ട്, 40 വയസ്സുള്ളവരുണ്ട്, 50 വയസ്സുള്ളവരുണ്ട്, 60 വയസ്സുള്ളവരുണ്ട്. ഓരോ ദിവസവും ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്കെടുക്കാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും കഴിയുമോ? ഇന്നത്തെ ഒരു ദിവസത്തെ പാപത്തിന്റെ കണക്ക് മാത്രം ഒന്നെടുക്ക്. രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ വഅലിന്റെ സദസ്സിലിരിക്കുന്ന സമയം വരെ കണ്ണുകൊണ്ട് കണ്ടത് മുഴുവനും പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് മുഴുവനും പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് മുഴുവനും പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് മുഴുവനും പാപമാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് മുഴുവനും പാപമാണ്, കാലുകൊണ്ട് നടന്നത് മുഴുവനും പാപത്തിലേക്കാണ്. ഓരോ ദിവസവും കോടാനുകോടി അപരാധം ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. ഇതിനെ കുറിച്ചെല്ലാം നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഖബർ വെട്ടിപ്പൊളിച്ചിട്ട് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉകുതുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് മൃഗങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ അല്ലാഹുവിന്റെ മലക്കുകളെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു മനുഷ്യനും അവിടെ ഔറത്ത് മറച്ചിട്ടില്ല, ഒരാളും വസ്ത്രം ധരിച്ചിട്ടില്ല, ഒരാളും ചെരുപ്പ് ധരിച്ചിട്ടില്ല. എല്ലാവരും തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് ഭയന്ന് വിറച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, ആയിഷ, എല്ലാവരും നഗ്നരായിട്ടാണ് നാളെ കോടതിയിലേക്ക് കടന്നു പോകുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, പരസ്പരം ആണുങ്ങളും പെണ്ണുങ്ങളും ഔറത്ത് കാണില്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല ആയിഷ, ഇന്ന് ഞാനും നിങ്ങളും ഒരു പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരൽപഭാഗം അതാ തുറന്നിരുന്നാൽ നോക്കാൻ എനിക്കും നിങ്ങൾക്കും വല്ലാത്ത ഉത്സാഹമാണ്. എങ്കിലെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 18 വയസ്സുള്ള ഒരു പെണ്ണ് ഉടുതുണിയില്ലാതെ നിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ നീ നാളെ നോക്കില്ലടാ, നിനക്കതിന് കഴിയില്ലടാ, നിനക്കതിനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അല്ലാഹുവേ, തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. ഉച്ച സമയത്ത് ചെരുപ്പില്ലാതെ റോഡിലൂടെ ഇന്ന് നടക്കാൻ കഴിയുന്നില്ല. എങ്കിലും നാളെ നിന്റെ തലയുടെ തൊട്ടുമുകളില് ഒരു സുർമക്കോലിന്റെ വലിപ്പത്തിൽ നിന്റെ തലയുടെ മുകളില് സൂര്യൻ വന്ന് ഉദിച്ചു നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. അന്ന് ചെമ്പിന്റെ തലയിൽ ചെരുപ്പിടാതെ നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. മുത്തുനബി അവിടെന്ന് പറയുന്നുണ്ട്, അല്ലാഹുവേ, ചൂടുള്ള നാളുണ്ടേ, ഖിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂടാ, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഈള, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. പടച്ചവനെ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാണ്. ജനങ്ങൾ വിയർപ്പിന്റെ അകത്ത് ഇങ്ങനെ മുങ്ങുകയാണ്. അല്ലാഹുവേ, ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ, ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പറപ്പോ കുടുംബക്കാരോ കൂട്ടുകാരോ നിന്റെതെന്ന് കരുതിയവര് മുഴുവനും നിന്നെ കൈയൊഴിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. പെങ്ങളെ, നീ നാളെ
അള്ളാന്റെ കോടതിയിൽ നിൽക്കുമ്പോ നിന്റെ പൊന്നാര മക്കള് പറയുന്നു, അല്ലാ കാല് പൊള്ളുന്നു, അല്ലാ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അല്ലാ എന്റെ ഉമ്മാനെ ഒന്ന് മലത്തിക്കടത്തി തന്നിരുന്നെങ്കിൽ 9 മാസക്കാരൻ ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ചതെന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കള് മാതാപിതാക്കളെ കാണിച്ചിട്ട് പറയുകയാണ്, എന്റെ ഉമ്മച്ചിയെ ഒന്ന് മലർത്തിക്കടത്തിത്താ അല്ലാ, നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ റബ്ബേ എന്ന മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. ആ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, ഈ ചെയ്ത് കൂട്ടിയത് മുഴുവനും നീ അല്ലാഹുവോട് പറയേണ്ടവനല്ലോ. ഈ ദുനിയാവില് ചെയ്തു കൂട്ടിയത് മുഴുവനും അല്ലാഹു പിടിച്ചു നിർത്തിയിട്ട് എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസമില്ലേ? എന്തേ മറന്നുപോയത്? എന്തേ മറന്നുപോയത്? ഈ ദുനിയാവില് ചെയ്തത് മുഴുവനും, ഞാൻ ചെയ്തത് മുഴുവനും നാളെ അള്ളാന്റെ കോടതിയിൽ വെച്ച് ഈ സിറാജിനെ പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു ചോദിക്കുമെന്നല്ലയല്ലേ പറഞ്ഞത്? വതഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എടാ സിറാജേ, നീ എവിടെ പോയാലും, ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നീ പോയാലും, നീ എത്ര ഉയരങ്ങളിലെത്തിയാലും അവസാനം ഒരു ദിവസം എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരേണ്ടവനാടാ. ഇതല്ലയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഈ രാത്രി ഒരുമിച്ച് കൂടിയവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹസിബൂ ഖബല അൻ തുഹാസബൂ. വിചാരണ വരുന്നതിന് മുമ്പ് നീ സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്തോ. അല്ലാഹു നിന്നോട് ചോദിക്കുന്നതിന് മുമ്പ് നീ സ്വന്തമായിട്ട് നീ ഒന്ന് നിന്റെ ജീവിതത്തെ കുറിച്ച്, കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ച് നീ ഒന്ന് വിലയിരുത്തണേ എന്ന് പ്രവാചകൻ പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ആ ഉമർ തങ്ങളുടെ ജനാസ കുളിപ്പിക്കുമ്പോൾ അല്ലാഹുവേ ശരീരം മുഴുവനും ചാട്ടവാറ് കൊണ്ട് തല്ലിയിരിക്കുന്ന അടയാളം കാണുകയാണ്. അവസാനം അവിടുന്ന് ജനാസ ഖബറടക്കിയിട്ട് കുടുംബത്തിലേക്ക് സ്വഹാബികൾ വന്നിട്ട് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി എന്താ? പാതിരാത്രി എത്തിക്കഴിഞ്ഞാൽ മൃതങ്ങൾ റൂമിന്റെ അകത്ത് കയറുകയാണ്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ റൂമിന്റെ അകത്ത് കയറിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചാട്ടവാറെടുത്ത് തന്റെ ശരീരത്തെ തല്ലിയിട്ട് അവിടുന്ന് ചോദിക്കുകയാ, നീ ഇന്ന് ഒരുപാട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിചാരണ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയ കാലങ്ങൾ, അത് 20 ആകട്ടെ, പ്രായപൂർത്തിയായത് മുതൽ 18 ആകട്ടെ, 20 ആകട്ടെ, 25 ആകട്ടെ, 30 ആകട്ടെ, 40 ആകട്ടെ, 50 ആകട്ടെ, 60 ആകട്ടെ, വാപ്പാവെന്ന് വിലയിരുത്തി നോക്ക്. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചും ആലോചിച്ചു നോക്ക്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്നങ്ങ് മരിച്ചുപോയാ അല്ലാഹുവിന്റെ മുന്നിൽ പറയാൻ എന്താണ് നിന്റെ കയ്യിലുള്ളത്? കൊണ്ടുപോകാൻ എന്താണ് നിന്റെ കയ്യിലുള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, തൗബ പിന്നത്തേക്ക് മാറ്റിവെക്കല്ലേ. അല്ലാഹുവേ, തൗബ നീ പിന്നത്തേക്ക് മാറ്റിവെക്കല്ലേ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുകയാ, ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എല്ലാവരും ചോദിക്കും, ഉസ്താദേ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, എങ്ങനെയാണ് ഈ പാപങ്ങൾ മുഴുവനും ഒന്ന് കഴുകിക്കളയുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ ഖുർആൻ എടുക്ക്, 114 അധ്യായങ്ങള്. ആ ഖുർആൻ നീ ഒന്ന് ഓതി നോക്ക്. ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. വെറുതെയല്ല അല്ലാഹു ചരിത്രം പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ ഒരുപാട് പ്രവാചകന്മാര് ഒരുപാട് പേരുടെ ചരിത്രം പറഞ്ഞു തന്നത് വെറുതെയല്ല. ആ ഖുർആനിൽ ഒരു ചരിത്രം കാണാം. ആരുടെ ചരിത്രം എന്നറിയുമോ? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. യൂനുസ് നബിയുടെ
നബിയുടെ ചരിത്രം അല്ലാഹു പറയുന്നുണ്ട്. പ്രബോധനവുമായ ഒരു നാട്ടിലേക്ക് കടന്നു ചെന്നു. തന്റെ അനുയായികൾ ഇസ്ലാമിലേക്ക് കടന്നു വരാതെ വന്നപ്പോൾ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങാൻ പോകുന്ന സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ നാട് വിട്ടു പോകുകയാണ്. അവസാനം അവിടെ നിന്ന് കപ്പലിൽ കയറി കടലിലൂടെ സഞ്ചരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഖുർആൻ പറയുകയാ വദന്നൂനി ഇദ്ഹബു മുഗാലിബൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് ഫദന്നൂനി ഇദ്ഹബു മുഗാലിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുന്ന് കപ്പലിലൂടെ സഞ്ചരിക്കുമ്പോൾ നടുകടലിലെത്തുന്ന സമയത്ത് അവിടുന്ന് സുലൈമാൻ യൂനുസ് നബി എടുത്ത് കടലിലേക്ക് വലിച്ചെറിയുകയാണ്. യൂനുസ് നബി കടലിലേക്ക് വീഴുമ്പോ ഒരു മത്സ്യം വന്നിട്ട് യൂനുസ് നബിയെ വിഴുങ്ങുകയാണ്. നടുകടലിൽ ഒരു മത്സ്യത്തിന്റെ വയറിൽ യൂനുസ് നബി അകപ്പെടുകയാണ്. ആ മീനിന്റെ വയറ്റിൽ കിടന്നിട്ട് യൂനുസ് നബി അല്ലാഹുവോട് പറയുകയാണ് ഫനാദാ ഫിൽ ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ മീനിന്റെ വയറിന്റെ അകത്ത് കിടന്നിട്ട് യൂനുസ് നബി അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുകയാണ്. അല്ലാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ ഖുർആൻ പറയുകയാണ് ഫസ്തജബ്നാ ലഹു വനജയ്നാ മിനൽ ഗം. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി ആ മീനിന്റെ വയറ്റിന്റെ അകത്ത് കിടന്നിട്ട് പടച്ച റബ്ബിനോട് അവിടുന്ന് പശ്ചാത്തപിച്ചപ്പോ അതാ 40 ദിവസങ്ങൾക്ക് ശേഷം ആ കടലിന്റെ ഉള്ളറയിൽ കിടന്നിരുന്ന മീനുണ്ടല്ലോ യൂനുസ് നബിയെ കരയിലേക്ക് കൊണ്ടുവന്ന് അതാ ഛർദ്ദിച്ചെന്ന ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ എന്തിനാ അല്ലാഹു വെറുതെയല്ല പറഞ്ഞത്? ഈ ചരിത്രം അല്ലാഹു വെറുതെയല്ല പറഞ്ഞത്. പിന്നെ എന്തിനാണ് പറഞ്ഞതെന്നറിയുമോ? ഈ ലോകത്ത് കടന്നു വരുന്ന ഏത് മനുഷ്യനാകട്ടെ, ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന സർവ്വ മനുഷ്യര് തന്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയവര് അവർ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാൽ അല്ലാഹു പുറത്തു തരുമെന്നാണ് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയാറുള്ളത്, നീ എത്ര വലിയ പാപം ചെയ്തവനാകട്ടെ, കള്ളു കുടിച്ചവനാകട്ടെ, വ്യഭിചരിച്ചവനാകട്ടെ, പലിശ തിന്നവനാകട്ടെ, അല്ലാഹുവേ പാപങ്ങളുടെ അതാ പെൺകുട്ടികളുടെ ജീവിതം തൊലച്ചവനാകട്ടെ, മോനെ മയക്കുമരുന്നോ കഞ്ചാവോ എത്ര വലിയ ദ്രോഹം ചെയ്തവനാണെങ്കിലും നീ പേടിക്കണ്ട. അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? ഖുൽയാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവാണ് പറഞ്ഞത്. മോനെ കള്ളു കുടിച്ചോടാ, വ്യഭിചരിച്ചോടാ, പലിശ തിന്നോടാ, നിസ്കരിക്കാതെ നടന്നോ, മോനെ നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹുവോട് ചോദിക്കുമോനെ. അല്ലാഹ് ആരെന്നറിയോ? 100 കൊല ചെയ്തവൻ അല്ലാഹു പുറത്തു കൊടുത്തവനാ. മയ്യത്തിനെ കബറിന്റെ അകത്തിട്ട് വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുത്തു. തന്റെ പൊന്നാര മക്കളെ ജീവനോടെ കുടിച്ചു മൂടിയവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. അത്രയ്ക്കും കാരുണ്യവാനായ അല്ലാഹ് പറയുന്നത്, എത്ര വലിയ പാപം ചെയ്താലും എന്നോട് ചോദിക്ക്. എങ്ങനെയാ ചോദിക്കേണ്ടതെന്നറിയോ? പൊറുക്കണ്ട പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ. അല്ലാഹുവേ പൊറുക്കുന്നവൻ നീയല്ലാതെ ആരാവുള്ളത്? അല്ലാഹുവേ നീയല്ലാതെ പൊറുക്കുന്ന ഒരാൾ ആരാവുള്ളത്? അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ. ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തല്ലി വിട്ടു ചതിച്ചതാ. ഈ ദുനിയാവെന്നെ പഴപ്പിച്ച് കളഞ്ഞ തമ്പുരാനെ, ഈ ദുനിയാവാണ് എന്നെ പഴപ്പിച്ചത്. എന്റെ നഫ്സെന്നെ ചതിച്ചല്ലാ, അല്ലാതെ
ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ. എനിക്കറിയാം നീ കാണുന്നുണ്ടെന്ന്, നീ അറിയുന്നുണ്ടെന്ന്. എന്നിട്ടും ചെയ്തത് അഹങ്കാരം കൊണ്ടല്ല, ധിക്കാരം കൊണ്ടല്ല, നീ കണ്ട എനിക്കൊന്നുമില്ലെന്ന് കരുതിയിട്ടല്ല. പെട്ടുപോയതാ തമ്പുരാന്, നീ എനിക്ക് പുറത്തുതാ അല്ലാ. ഇന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ തൗബ ചെയ്തിട്ട് പിരിഞ്ഞോ. അല്ല തരുന്ന ഒരു ചാൻസ് ആണ്, അല്ല തരുന്ന ഒരു അവസരമാണ്. ഇനി കിട്ടിയില്ല എന്ന് നിനക്ക് പറയാൻ എനിക്ക് അല്ല ഒരു അവസരം തന്നില്ലെന്ന് പറയാ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. അല്ലാഹുവേ, ഈ സദസ്സിലിരുന്ന് തൗബ ചെയ്തു പിരിയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ പറയാൻ ഒന്നുമില്ല, നമ്മൾ നരകത്തിന്റെ അവകാശികളാണ്. അതുകൊണ്ട് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചൊന്ന് വിലയിരുത്തി റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒന്ന് ദുആ ചെയ്ത് പിരിയല്ലേ, ഒന്ന് തൗബ ചെയ്തിട്ടല്ലേ പിരിയൂ. തൗബ ചെയ്യാൻ മനസ്സുള്ളവർ മാത്രം ഒന്ന് കൈപൊക്കിക്കേ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് തൗബ ചെയ്യാം. എന്താ കൈപൊക്കാൻ വയ്യല്ലേ, അല്ല പൊക്കിപ്പിക്കളയും കേട്ടാ. പടച്ചവൻ പൊക്കിപ്പിക്കണമെന്ന് വിചാരിച്ച വലിയവനെ പൊക്കിച്ചളെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും ദുആ ചെയ്യാറുണ്ട്, ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും. ദുആയ്ക്കൊരു കുറവില്ല. എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ റിസൾട്ട് കിട്ടുന്നില്ല. എന്തേ അതിന്റെ കാരണം? ദുആയ്ക്ക് അത് എവിടെ നോക്കിയാലും ദുആയല്ലേ ഉള്ളൂ, എവിടെ നോക്കിയാലും ദുആ. എന്റെ പ്രിയമുള്ളവരെ, ദുആയ്ക്ക് യാതൊരു പഞ്ഞവുമില്ല, എല്ലാവരും ആവശ്യത്തിന് ചെയ്യുന്നുണ്ട്, പക്ഷേ ദുആയൊന്നും അല്ലാഹു സ്വീകരിക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ 5 മാനദണ്ഡങ്ങളുണ്ട്. വെറുതെ ഒന്നും സ്വീകരിക്കൂല. വെറുതെ കിടന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഒരാളുടെ ദുആ അല്ലാഹുവിന്റെ മുന്നിൽ എത്തണമെങ്കിൽ, അതിന്റെ റിസൾട്ട് നിനക്ക് കിട്ടണമെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, എത്ര കടമ? 5 കാര്യങ്ങൾ സൂക്ഷിച്ചിട്ട് ചെയ്താലേ നിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അതനുസരിച്ച് ദുആ ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ 5 കാര്യങ്ങൾ അനുസരിച്ച് ദുആ ചെയ്ത അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കും. ഇനി നിനക്കറിയണോ ദുആ സ്വീകരിച്ചെന്ന്? എല്ലാവർക്കും അറിയാലോ. ഒരാളുടെ ദുആ, എന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചോ എന്ന് അറിയണമെങ്കിൽ അതിന് 7 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാത്തിനും വഴിയുണ്ട്, എല്ലാത്തിനും വഴിയുണ്ട്. ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ 5 കാര്യം. ആ 5 കാര്യം അനുസരിച്ചിട്ട് നീ ദുആ ചെയ്തു, നിനക്കൊരു സംശയം, എന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചോ, എന്റെ പാപം അല്ലാഹു പുറത്തുനിന്നോ അറിയാൻ വഴിയുണ്ട്, അറിയാനും വഴിയുണ്ട്. നിന്റെ തൗബ ചെയ്തതിന് ശേഷമുള്ള നിന്റെ ജീവിതത്തിൽ 7 ഗുണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മോനെ, നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാം പഠിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇതെല്ലാം കൂടെ എന്തായാലും ഇന്ന് പറയാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? നീ എടുത്തെവിടെങ്കിലും വാഴുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? ഈ 5 കാര്യം പഠിക്കണം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്, എപ്പോഴാ തൗബ ചെയ്യേണ്ടത്, അതൊരു വിഷയം. പിന്നീട് തൗബ ചെയ്താൽ സ്വീകരിച്ചോ എന്നറിയാനുള്ള വഴി എന്താ? 3 ദിവസം വഅദ് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് എവിടെങ്കിലൊക്കെ വെച്ച് കേൾക്കുക, പഠിക്കുക. അല്ലാഹു എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതൊക്കെ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 5 കാര്യം പറയാന്ന് ഞാൻ വാക്കൊന്നും പറയൂല. ഇപ്പൊ തന്നെ ആൾക്കാർ വാച്ചി നോക്കി തുടങ്ങി. ഇപ്പൊ തന്നെ പലരും വാച്ചി നോക്കി തുടങ്ങി. കാരണം 10:30 ഇനി 1 മണിക്കൂറുണ്ട്. അല്ലാഹ് ഇയാളെ നീട്ടുമെന്നുള്ള പേടിയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താ? ഒരാളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആനിലെ ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്, സ്വഹാബാ വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീൻ ഇഖ്ലാസുള്ള ഇബാദത്തെ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഇഖ്ലാസോട് കൂടിയുള്ള ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ മുത്തുനബി പറയുന്ന സ്വഹാബ ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താ, എന്ന് പറഞ്ഞാൽ ഇബാദത്താ. അതുകൊണ്ട് ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇബാദത്ത് ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താ. ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ ദുആ ചെയ്യും, ആർക്കാപ്പ ഇഖ്ലാസ്? നിങ്ങൾ നോക്കിക്കേ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ ഒരു മനുഷ്യൻ ഇരുന്നിട്ട് ദുആ ചെയ്യാ, ഒരു മനുഷ്യൻ ഇരുന്നിട്ട് കരഞ്ഞ് വിളിച്ചിട്ട് അങ്ങോട്ട് ദുആ ചെയ്യാ, അങ്ങനെ കിടന്ന് വിളിച്ചു പോവാ. മുത്തുനബി ചോദിച്ചെന്തെന്നറിയോ? കരഞ്ഞ് വിളിച്ച് ദുആ ചെയ്യുന്ന ആ മനുഷ്യനോട്, സഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്, നീ ദുആ ചെയ്യുന്നത് പൊട്ടനോടൊന്നും അല്ല കേട്ടോ, അല്ലാഹുവിന് ചെവി കേൾക്കാൻ. എന്താ പറഞ്ഞേ? കരഞ്ഞ് വിളിച്ചു പോയിട്ട് അല്ലാഹു വിളിച്ച് ദുആ ചെയ്യാ. ഈ മനുഷ്യനോട് മുത്തുനബി ചോദിച്ചില്ല, ചങ്ങാതി നീ ദുആ ചെയ്യണ അല്ലാഹുവിന് ചെവി കേൾക്കും, ചെവി കേൾക്കാത്ത ആളൊന്നും അല്ല അല്ലാഹ്, മോനെ പതുക്കെ ദുആ ചെയ്യുന്ന നബി മുഹമ്മദ് മുസ്തഫ. കടന്നിങ്ങനെ വിളിച്ചു പോയിട്ട് ദുആ പാടില്ല. കടന്നിങ്ങനെ വിളിച്ചു എന്താ? ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും. ഇഖ്ലാസ് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാ പറഞ്ഞേ, ഒരുപാട് ശബ്ദം ഉയർത്താനും പാടില്ല, ഒരുപാട് ശബ്ദം താഴ്ത്താനും പാടില്ല. രണ്ടിന്റെയും മധ്യമായ രീതിയിൽ വേണം ദുആ ചെയ്യാൻ. ഇഖ്ലാസോടുകൂടിയുള്ള പ്രാർത്ഥനയെ അല്ലാഹു സ്വീകരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിന് മണിക്കൂറുകളൊന്നും ദുആ ചെയ്യണമെന്നില്ല, അതിന് മണിക്കൂറുകളൊന്നും ദുആ ചെയ്യണമെന്നില്ല. ഒരു വാക്ക് മതി, അതിൽ ഇഖ്ലാസ് മതി. ആത്മാർത്ഥപരമായിട്ട് ഒരു വാക്ക് പറഞ്ഞാലും അതിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഒരു വാക്ക് അല്ലാഹു സ്വീകരിച്ച ഒരു ചരിത്രം പറയാം. മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ പടച്ചവനെ, പ്രായം ചെന്ന ഒരു പിതാവാണ്, പ്രായം ചെന്ന ഒരു വാപ്പയാണ്, 60 വയസ്സിൽ പുറത്തുണ്ട്. അല്ലാഹുവേ കാലിന് മുടന്തുള്ള സ്വഹാബിയാണ്. വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവേ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് യുദ്ധത്തിന് പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ. മുടന്തനായ സ്വഹാബി പറയുകയാണ്, പ്രായം ചെന്ന പിതാവ്, പ്രായം ചെന്ന സ്വഹാബി മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു അവിടുന്ന് 60 വയസ്സ് പൂർത്തിയായി. ആ പ്രായം ചെന്ന പിതാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ, മക്കളാണെങ്കിൽ എന്നെ യുദ്ധത്തിന് പോകാൻ വിടുന്നില്ല. എനിക്ക് പ്രായം ചെന്നതിന്റെ പേരിൽ, എനിക്ക് മുടന്തുള്ളതിന്റെ പേരിൽ എന്റെ മക്കളാരും എന്നെ യുദ്ധത്തിന് പോകാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ ചെന്നിട്ട് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു പരാതി പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, മക്കള് പറയുന്നത് നല്ലതാണല്ലോ, നിങ്ങൾക്ക് 60 വയസ്സുള്ള പ്രായം ചെന്ന മനുഷ്യനാണ്, അതുമാത്രമല്ല നിങ്ങളുടെ കാലിന് മുടന്തുണ്ടല്ലോ, അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് അഫ്വ് നൽകിയിട്ടുണ്ട്, എന്തിനാണ് നിങ്ങളുടെ യുദ്ധക്കളത്തിലേക്ക് പോകുന്നത്? അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് ഷഹീദാകണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് അനുവാദം ചോദിക്കുകയാണ്. അങ്ങനെ പ്രവാചകനതാ യുദ്ധക്കളത്തിലേക്ക് കടന്നു പോകാൻ അനുവാദം കൊടുക്കുകയാ. മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ പടച്ചറബ്ബേ, പ്രവാചകൻ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അനുവാദം കൊടുക്കുമ്പോ 60 വയസ്സുള്ള പ്രായം ചെന്ന അതാ മുടന്തനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു വാളും പിടിച്ചുകൊണ്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയാണ്. അതാ വാളും പിടിച്ചുകൊണ്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയാണ്. അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ ചെന്ന് നിന്നിട്ട് തന്റെ ഇരു കരങ്ങളും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അവിടുന്ന് അല്ലാഹുവിനോട് ചോദിച്ചത് എന്തെന്നറിയോ? അല്ലാഹു
അല്ലാഹുമ്മ റുസുഖ്നി ഷഹാദ. വാപ്പാ ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ. ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്നിട്ട് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇഖ്ലാസോടുകൂടി ഒന്നേ ചോദിച്ചുള്ളൂ, അല്ലാഹുമ്മ റുസുഖ്നി ഷഹാദ. ഇവിടെ നിന്നെന്നെ ജീവനോട് എന്റെ വീട്ടിലേക്കും മടക്കല്ലേ അല്ലാ. ഒരുപാട് കരഞ്ഞില്ല, ഒരുപാട് വിളിച്ചു കൂവിയില്ല, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അല്ലാഹുവേ ഇവിടെ കിടന്ന് എനിക്ക് ഷഹീദാകാൻ ഭാഗ്യം തരണേ അല്ലാ. എന്റെ വീട്ടിലേക്ക് എന്നെ മടക്കല്ലേ അല്ലാ. ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ ഒറ്റ വാക്ക് പറഞ്ഞിട്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ള സഹോദരാ, പിന്നെ തിരിച്ചു വന്നില്ല. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു, അല്ലാഹു സ്വീകരിച്ചു. ഇന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ അതല്ലേ ഇഖ്ലാസോടുകൂടിയുള്ള പ്രാർത്ഥന, അതല്ലേ ഇഖ്ലാസോടുകൂടിയുള്ള ദുആ. പക്ഷേ ഞാനും നിങ്ങളും എത്ര കരഞ്ഞു വിളിച്ച് ചോദിച്ചിട്ടും അല്ലാഹു തരുന്നില്ല. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ഒരുമിച്ചിരുന്ന് ദുആ ചെയ്തിട്ട് ഒറ്റയ്ക്ക് ദുആ ചെയ്ത് നോക്കുന്നു, ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യുന്നു, പക്ഷേ പടച്ച റബ്ബ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. അതിന്റെ കാരണം ചെയ്യുന്നവന് ഇഖ്ലാസില്ല, ആമീൻ പറയുന്നവന് ഇഖ്ലാസില്ല. ഒരുപാട് പേരൊന്നും വേണമെന്നില്ല. പടച്ചവനെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, ഒരു കൂട്ടുകാരനതാ പാതിരാത്രി വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. ഒരു സഹാബി ഉണ്ടല്ലോ, തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പാതിരാത്രി കടന്നു ചെന്നിട്ട് അവിടുന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിളിച്ചിറക്കുകയാണ്, എന്റെ കൂടെ ഒന്ന് വരുവോ കൂട്ടുകാരാ, എന്റെ കൂടെ ഒന്ന് വരുവോ കൂട്ടുകാരാ. ഗാനമേള കേൾക്കാനായിരുന്നില്ല, സിനിമയ്ക്ക് പോകാനായിരുന്നില്ലോ, കളി കാണാൻ പോകാനായിരുന്നില്ലോ, വൃത്തികേടുകൾ ചെയ്യാനായിരുന്നില്ല. പാതിരാത്രി തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് രണ്ടുപേരും കൂടെ ഉളുവെടുക്കുകയാണ്, രണ്ടുപേരും കൂടെ ഉളുവെടുക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ 2 റക്അത്ത് നിസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടുകാരനോട് പറയുന്നു, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പോകുകയാ. നിനക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നീ ആമീൻ പറയണം. എന്നിട്ട് ആ സ്വഹാബി തന്റെ കൂട്ടുകാരനെ പിടിച്ച് പുറകിലിരുത്തിയിട്ട് തന്റെ ഇരു കരങ്ങളും പടച്ച റബ്ബിന്റെ ദർബാറിൽ പാതിരാത്രി ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ് നാളെ രാവിലെ യുദ്ധക്കളത്തിലേക്ക് പോകുകയാണല്ലോ. പടച്ചവനെ, എന്നെക്കാളും കഴിവുള്ള ഒരു യോദ്ധാവിനെ എനിക്ക് എതിരാളിയായി തരണേ അല്ലാഹ്. അവൻ എന്റെ കൈ രണ്ടും വെട്ടിമുറിക്കണേ അല്ലാ, എന്റെ കാല് വെട്ടിമുറിക്കണേ അല്ലാ, എന്റെ ചെവി മുറിച്ചു മാറ്റണേ അല്ലാ. പടച്ചവനെ, ഒരു കൂട്ടുകാരന് പാതിരാത്രി വിളിച്ചിരുത്തിയിട്ട് റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവനോട് പറയുന്നു, നീ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയട്. എന്നിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുകയാ, എന്റെ കൈ വെട്ടിമുറിക്കണേ അല്ലാ, എന്റെ കാല് വെട്ടിമുറിക്കണേ അല്ലാ, എന്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കണേ, എന്നെ എന്റെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ലാഹ്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾക്ക് ആമീൻ പറയാ കഴിയുന്നില്ല. അവിടുന്ന് പറയുന്നു, കൂട്ടുകാരാ, എനിക്ക് വേണ്ടി ഒന്ന് ആമീൻ പറയുമോ? അവിടുന്ന് അവസാനം ദുആ ചെയ്യുകയാണ്. പരസ്പരം ദുആ ചെയ്തിട്ട് രണ്ടുപേരും പിരിയുകയാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു രണാങ്കണത്തിലൂടെ ഓടുകയാ. എന്തിനാ ഓടിയതെന്നറിയോ? എന്തിനാ ഓടിയതെന്നറിയോ? ഇന്നലെ രാത്രി എന്റെ കൂട്ടുകാരൻ ദുആ ചെയ്തു, ആ ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാൻ. ഇന്നലെ രാത്രി തന്റെ കൂട്ടുകാരൻ ദുആ ചെയ്തു, ആ ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാൻ ഉഹദിന്റെ രണാങ്കണത്തിൽ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് 92
വെട്ടുകൾ കൊണ്ടിട്ട് അതാ കിടക്കുകയാണ്. 92 വെട്ടുകൾ കൊണ്ടിട്ട് ഉഹദിന്റെ രണാങ്കണത്തിലും മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവേ അടുത്ത് ചെല്ലുകയാണ്. തന്റെ കൂട്ടുകാരന്റെ തലയെടുത്ത് മടിയിൽ വെക്കുമ്പോ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിച്ചല്ലോ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസോടുകൂടി ചെയ്യണേ, ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യണേ. ഇഖ്ലാസ് ഇല്ലാത്ത ഒരു അമലും അല്ലാഹുവിന് വേണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യുക. അതിന് ഒരുപാടൊന്നും വേണ്ട. ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ചിട്ട് മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ റുസുഖ്നി ഷഹാദ, റബ്ബേ എന്നെ ജീവനോടെ എന്റെ വീട്ടിലേക്ക് മടക്കരുത്, ഇവിടെ വെച്ച് എല്ലാം തീരണം പറഞ്ഞിട്ട് പോയി. അല്ലാഹു അതുപോലെ തന്നെ കൊടുത്തു. എന്തുകൊണ്ടെന്നറിയോ? ആ പറഞ്ഞ പറച്ചലിൽ ഒരു ഈമാൻ ഉണ്ടായിരുന്നു, ഒരു ഇഖ്ലാസ് ഉണ്ടായിരുന്നു. അല്ലാഹു ആ ഇഖ്ലാസ് എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഖ്ലാസ് ഇല്ലാത്ത ഒരു കാര്യവും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കാണാം. അല്ലാഹുവേ മുസ്ലിമീങ്ങളെ ഒരുപാട് കൊന്ന ഒരുത്തനെ കിട്ടി, മുസ്ലിമീങ്ങളെ ഒരുപാട് കൊന്ന ഒരുത്തനെ അവസാനം അലിയാര് തങ്ങൾ കീഴ്പ്പെടുത്തിയിട്ട് അവന്റെ നെഞ്ചിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് കഴുത്തിൽ കത്തിവെച്ചിരിക്കുക. കഴുത്തിൽ കത്തിവെച്ചിട്ട് അവന്റെ കഴുത്ത് മുറിക്കാൻ പോകുമ്പോ ആ മനുഷ്യനാണെങ്കിൽ അലിയാര് തങ്ങളുടെ മുഖത്തേക്കൊന്ന് കാർക്കിച്ചു തുപ്പി. അലിയാര് തങ്ങളുടെ മുഖത്തേക്കൊന്ന് കാർക്കിച്ചു തുപ്പി വെച്ചിരുന്ന വാളെടുത്തു മാറ്റി. എല്ലാവരും ചോദിച്ചു, അലിയെ ഈ വൃത്തികെട്ടവനെ എന്തേ കൊന്നുകളയാൽ? അലിയാര് നിങ്ങളോട് ചോദിച്ചു, എത്ര സഹാബികളെ കൊന്നവനാ, ഇസ്ലാമിന് ഒരുപാട് നഷ്ടമുണ്ടാക്കി, ഇവനെ ഇത്രയും ചെയ്തിട്ട് എന്തേ വെറുതെ വിട്ടേന്ന്? അലിയാര് തങ്ങൾ പറഞ്ഞെന്തെന്നറിയോ? അവൻ എന്റെ മുഖത്ത് തുപ്പിയപ്പോ എനിക്ക് അവനോട് അല്പം ദേഷ്യമുണ്ടായി. എന്റെ മുഖത്തേക്ക് അവൻ കാർക്കിച്ച് തുപ്പിയപ്പോ എനിക്ക് അവനോട് അല്പം ദേഷ്യമുണ്ടായി. ഞാൻ അവനെ കൊന്നുകളഞ്ഞ അള്ളാഹു എനിക്കതിന് പ്രതിഫലം തരൂല, അതുകൊണ്ട് ഭയന്നിട്ടാ ഞാൻ ചെയ്യാത്തതെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവരത്രയ്ക്ക് പോലും ഇഖ്ലാസ് ഒരു ഇബാദത്തിന്റെ വിഷയത്തിൽ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനോഹരമായ ചരിത്രം ഹദീസിന്റെ കിതാബിൽ കാണാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയ ചരിത്രം പറയുന്നുണ്ട്. എന്ത് ചരിത്രം? അല്ലാഹുവേ, ഒരു സഹാബി നോക്കുമ്പോ ഒരു മരത്തിനെ ജനങ്ങൾ മുഴുവനും ആരാധിക്കുക, ഒരു മരത്തിനെ ഇങ്ങനെ ആരാധിക്കാം. ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഒരു മനുഷ്യൻ ആ മരം വെട്ടിമുറിക്കുന്നതിന് വേണ്ടി മഴുവെടുത്തുകൊണ്ട് ചെല്ലുമ്പോ ഇബ്ലീസ് വന്നിട്ട് തടഞ്ഞു. മനുഷ്യന്റെ രൂപത്തിൽ വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു. ഈ മനുഷ്യനാണെങ്കിൽ ഇബ്ലീസുമായി യുദ്ധം ചെയ്തു. ഇബ്ലീസിനെ അടിച്ച് തറയിലിട്ട് കളഞ്ഞു. ഇബ്ലീസിനെ അടിച്ച് തറയിലിട്ടു. ആൾക്കാരൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഈ മനുഷ്യൻ മരം മുറിച്ചില്ല, വീട്ടിലേക്ക് മടങ്ങി വന്നു. രണ്ടാമത്തെ ദിവസം നോക്കുമ്പോഴും വീണ്ടും ആൾക്കാർ ഈ മരത്തിന്റെ അടുക്കൽ ഇബാദത്ത് ചെയ്യുന്നു. വീണ്ടും പോയി, അപ്പോഴും ഇബ്ലീസ് തടഞ്ഞു. ഇബ്ലീസിനെ തല്ലി തോൽപ്പിച്ചു ആ മനുഷ്യൻ രണ്ടാമതും. മൂന്നാമത്തെ പ്രാവശ്യം ഈ മനുഷ്യൻ മരം മുറിക്കുന്നതിന് വേണ്ടി കടന്നു ചെന്നപ്പോ ഇബ്ലീസ് പറഞ്ഞു, ഈ മരം നീ മുറിച്ചു കളയാതെ ഇരുന്നാൽ എല്ലാ ദിവസവും രാവിലെ നീ എഴുന്നേൽക്കുമ്പോ നിന്റെ തലകണയുടെ അടിയിൽ ഒരു 3 സ്വർണ്ണ നാണയം ഞാൻ വെച്ചിട്ടുണ്ടാവും. ഈ മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വന്നു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോ 3 സ്വർണ്ണ നാണയം. രണ്ടാമത്തെ ദിവസം നോക്കുമ്പോഴും സ്വർണ്ണ നാണയം. മൂന്നാമത്തെ ദിവസം നോക്കിയപ്പോ സ്വർണ്ണ നാണയം കാണുന്നില്ല. ഉടനെ വാളും എടുത്തിട്ട് മരം മുറിക്കാൻ പോയി. മൂന്നാമത്തെ ദിവസം തന്റെ പണം കാണാതെ വന്നപ്പോൾ മരം മുറിക്കുന്നതിന് വേണ്ടി ചെന്നപ്പോ അപ്പോഴും ഇബ്ലീസ് കടന്നു വന്നു. യുദ്ധം തുടങ്ങി. ഒറ്റയടിക്ക് ഇബ്ലീസ് ഇവനെ തറയിലിട്ടു. ഒറ്റയടിക്ക് ഇവനെ അടിച്ച് തറയിലിട്ടു. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, 2 പ്രാവശ്യം നിന്നെ ഞാൻ പരാജയപ്പെടുത്തി, മൂന്നാമത്തെ പ്രാവശ്യം നീ ഒറ്റയടിക്ക് തന്നെ എന്നെ പരാജയപ്പെടുത്തിയല്ലോ. ഇബ്ലീസ് പറഞ്ഞെന്തെന്നറിയോ? ഇനി നീ എത്ര കൊല്ലം എന്നോട് യുദ്ധം ചെയ്താലും ജയിക്കില്ല. കാരണം നീ ആദ്യം 2 പ്രാവശ്യം വന്നത് എന്തിനു വേണ്ടിയാ? അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഇഖ്ലാസോട് കൂടിയാ നീ ഇത് മുറിക്കാൻ വന്നേ. ഇപ്പൊ നീ വന്നത് പൈസ തരാത്തിന്റെ വാശിയില്ല. നിന്നെ കൊണ്ട് കഴിയില്ല. എന്റെ പ്രിയമുള്ളവർ, ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ദുആ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇഖ്ലാസ് വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ദുആ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിന്റെ
ഖുർആനാ പറയുന്നത്. നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയണേ, നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് ഒരു തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്നത് ഒരു തൗബയാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്നത് ഒരു തൗബയാ. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പക്ഷെ നമ്മൾ ആരാ ഈ അസ്തഗ്ഫിറുല്ലാഹ് പറയണേ? നമ്മൾ പറയുന്നുണ്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിലല്ല. ആരാ അത് പറയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുന്നു നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് ഒരുപാട് പറയടേ. ദുആ സ്വീകരിക്കണോ ചെറുപ്പക്കാരാ? നിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണോ? അസ്തഗ്ഫിറുല്ലാഹ് പറയണേ എന്ന് പ്രവാചകൻ ഇവിടെന്ന് പറയുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്ക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസനാ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ചെറുപ്പക്കാരാ എപ്പോഴും പറയണം പൊന്നുമോരെ, നബി പറഞ്ഞില്ലേടാ, നബി പറഞ്ഞില്ലേ അല്ലാഹുവിന്റെ പ്രവാചകനെ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഒരു പാപവും ചെയ്യാത്ത മുത്തുനബിയുണ്ടല്ലോ, ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത മുത്തുനബിയുണ്ടല്ലോ. ഓരോ ദിവസവും പടച്ചവനെ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബികളോട് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറ സ്വഹാബാ, 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറ സ്വഹാബാ. അനസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ എന്തിനാ 70 പ്രാവശ്യം പറയാൻ പറഞ്ഞത്? 70 എന്ന് എണ്ണം പറയാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ ഏതെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അല്ലാഹ് അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? കഴിയുവോ ചെറുപ്പക്കാരാ, കഴിയുവോ പെങ്ങള്? ഇന്നത്തെ രാത്രി മുതൽ മരിക്കുന്ന കാലം വരെ ഓർമ്മയുള്ള കാലത്തോളം 70 പ്രാവശ്യം നിനക്ക് മുടങ്ങാതെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അനസ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ എന്താണ് പ്രതിഫലം നബിയേ? സ്വഹാബാ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ എന്തിനാ 70 എന്ന് പറഞ്ഞു? എന്തിനാ 70 എന്നെണ്ണം പറഞ്ഞു? അവിടെ നിന്ന് പറഞ്ഞു 70 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ അവന്റെ 700 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 700 പാപം. ഇന്ന് ആരെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് 70 പ്രാവശ്യം നീ പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ ഇന്ന് മുതൽ പറയാന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്ക് 5 പ്രതിഫലം പറഞ്ഞു പിരിയ. 5 പ്രതിഫലം. എന്റെ കൈവക്കാൻ മനസ്സുള്ളവർ പൊക്ക്. ചിലപ്പോ ഇതിന്റെ പേരിൽ നിനക്ക് സ്വർഗം കിട്ടിയാലോ. ഒന്ന് പൊക്കിക്കേ. അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ മനസ്സുള്ളവർ, അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ മനസ്സുള്ളവർ. കൈവക്കാത്തവൻ കരയുന്നതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ സദസ്സിൽ ഇരുന്നിട്ട് ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ മനസ്സില്ലാത്ത വാപ്പ, നിനക്ക് അല്ലാഹ് തരുന്ന ശിക്ഷ ഞാൻ പറയും. അപ്പൊ ഈ കൈവക്കാത്തത് ഓർത്തിട്ട് നീ കരയും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയാൻ മനസ്സുള്ളവർ കൈവക്ക്, പ്രതിഫലം ഞാൻ പറയാം.
ഇന്ന് മുതൽ 70 പ്രാവശ്യം. കൈപൊക്കണ്ട കേട്ടോ, ഞാൻ നിനക്ക് പ്രതിഫലം പറഞ്ഞുതരാം കേട്ടോ. കേട്ടോ പൊക്കാത്ത എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ 70 പാവ 700 പാവ അല്ലാഹു പൊറുക്കും. 2 കേട്ടോ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു, ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ അതാ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല. ഒന്ന് ദുആ ചെയ്യ്. ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ പറയാൻ. എന്താ പറഞ്ഞേ? മഴയില്ലല്ലോ, അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. രണ്ടാമതൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ കൊല്ലമായി, മക്കളില്ല, ദുആ ചെയ്യ്. മോനെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, മക്കളില്ല, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. മൂന്നാമതൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കച്ചവടമൊക്കെ ആകെ നഷ്ടത്തിലാ, ദുആ ചെയ്യ്, അസ്തഗ്ഫിറുല്ലാഹ് പറ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോ എല്ലാ അസുഖത്തിനും ഒരു മരുന്നെന്ന് പറയണ പോലെ ഹസൻ ബസ്രി തങ്ങൾ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, മഴയില്ലാത്തതിന് അസ്തഗ്ഫിറുല്ലാഹ്, മക്കളില്ലാത്തതിന് അസ്തഗ്ഫിറുല്ലാഹ്, കച്ചവടം നഷ്ടത്തിലായതിന് അസ്തഗ്ഫിറുല്ലാഹ്. ശിഷ്യൻ ചോദിച്ചു, തങ്ങളെ മൂന്നിനും ഒരേ മരുന്ന് തന്നെയാണോ? ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞത് എന്തെന്നറിയോ? വെറുതെയല്ല പറഞ്ഞത്. അല്ലാഹുവേ, പടച്ചവനെ, റബ്ബിന്റെ അനുഗ്രഹമായ മഴ നിനക്ക് വേണോ? പെങ്ങളെ, മക്കളില്ലേ? വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ട് മക്കളില്ലാതെ കരയുന്ന ഉമ്മ, നിനക്ക് മക്കളെ വേണോ പെങ്ങള്? അല്ലാഹുവേ, ഏത് കച്ചവടം ചെയ്താൽ തകർന്നു പോകുന്ന ഉസ്താദ്, വലിയ നഷ്ടത്തിലാണ്. നിന്റെ കച്ചവടത്തിന് നിനക്ക് അഭിവൃദ്ധി വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറയാ മറന്നു പോകല്ലേ. കാരണം അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാതിൻ വയജഅൽ ലക്കും അൻഹാറാ. പറഞ്ഞത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തന്നത് ഇസ്തിഗ്ഫാർ ചെയ്യാനാണ്. അല്ലാഹുവേ, ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ നിനക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹമായ മഴ കിട്ടുകയാണ്. നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയാണ്. നിനക്ക് സ്വാലിഹായ സന്താനങ്ങളെ കിട്ടുകയാണ്. ഇന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹുവേ, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു മനുഷ്യര് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? വാനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിയകും മതാഅൻ ഹസനാ. അള്ളയല്ലേ പറഞ്ഞത് നല്ല ജീവിതം വേണോ മനുഷ്യ? ഒരു സമാധാനമുള്ള ജീവിതം നിനക്ക് വേണോ? ഒരു സന്തോഷമുള്ള ജീവിതം നിനക്ക് വേണോ? നിന്റെ ഭാര്യയുടെ കൂടെ, നിന്റെ മക്കളുടെ കൂടെ, നിന്റെ കൂടപ്പിറപ്പുകളുടെ കൂടെ പട്ടിണിയില്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ചെറുക്കളിയുടെ പരിസരത്ത് നിനക്ക് ജീവിക്കാൻ മോഹമുണ്ടോ? അള്ളയാ പറഞ്ഞത്, ഏത് മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നു മതാഅൻ ഹസനാ, അല്ലാഹു നിനക്ക് നല്ല ഒരു ജീവിതം തരികയാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്ത്? മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. എല്ലാവരുടെ ആഗ്രഹമാണല്ലോ. മലക്കുൽ മൗത്ത് അസ്റായീൽ 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ. ആ രംഗത്ത് പടച്ചവനെ, കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിച്ചു തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ കൊതിക്കാത്ത മുസ്ലിമുണ്ടോ? ഈമാനുള്ള ഹൃദയത്തിൽ ഒരു കടുകുമണികളുടെ അളവെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യന്റെ അഭിലാഷമാണ്, ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ്. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേ അല്ലാഹ്.
അസ്തഗ്ഫിറുല്ലാഹ് പറയാ മനസ്സുള്ളവര്, അസ്തഗ്ഫിറുല്ലാഹ് പറയാ മനസ്സുള്ളവര് കൈവക്കാൻ പറഞ്ഞപ്പോ ഈ സദസ്സിലിരുന്നിട്ട് ഒരു പ്രാവശ്യം പോലും അല്ലാഹുവേ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു താ അല്ലാഹ് പറയാ മനസ്സില്ലാത്ത വാപ്പാ, കൈവക്കാൻ മനസ്സില്ലാത്ത വാപ്പാ, അതിന് തയ്യാറില്ലാത്ത വാപ്പാ, അഹങ്കാരത്തോടെ ഇരുന്ന ചെറുപ്പക്കാരോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരസ്തഗ്ഫിറുല്ലാഹ് പറയാൻ മടിച്ചവളെ, നിനക്ക് അല്ലാഹ് തരുന്ന പ്രതിഫലം കേട്ടോ. നിനക്ക് ഇഷ്ടപ്പെടുന്നത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഇലാ അജലിൻ മുസമ്മാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിന്റെ ആയുസ് ഇങ്ങനെ നീട്ടിത്തരികയാണ്. ഒരു നല്ല മരണം തരുമെന്ന് ഖുർആൻ പറയുമ്പോ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയുന്ന ഒരു മനുഷ്യന് പടച്ചുറപ്പ്, അതാ ഒരു നല്ല മരണം കൊടുക്കുമെന്ന് ഖുർആൻ പറയുമ്പോ ആഗ്രഹമില്ലേ വാപ്പാ, ആഗ്രഹമില്ലേ പെങ്ങള്? ഈ നാട്ടിലെ എത്രയോ പെണ്ണുങ്ങളുടെ ജനാസ കണ്ടവളാട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കാണാവുന്നവരെ മുഴുവനും അത്ഭുതപ്പെടുത്തി അതാ വീടിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ ജനാസ കണ്ടില്ലോ. ഇറങ്ങി പോകുമ്പോ നീയല്ലേടി ഈ പൊന്നുമോളെ പറഞ്ഞത്? അവരുടെ ചിരി കണ്ടോ? അവരുടെ മുഖത്തെ പ്രകാശം കണ്ടോ? വെള്ളിയാഴ്ച രാവിലെ അല്ലാഹു മരണം കൊടുത്തല്ലോ. ഇവിടെ എന്ത് നല്ലത് ചെയ്തതിന്റെ പേരിലാ, നല്ലത് ചെയ്തതിന്റെ പേരിലാ വാപ്പാ. ഇവിടത്തെ പള്ളിയിൽ എത്രയോ പേര് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പ് പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ട് കബറടക്കിയത് നീയല്ലേ വാപ്പാ? നിനക്കും മോഹമില്ലേ? നിനക്കും കൊതിയില്ലേ? മരിക്കുമ്പോ ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം വേണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്ത്? 1, 700 പാപം പൊറുക്കും. 2, അല്ലാഹുവിന്റെ അനുഗ്രഹം, മക്കളെ കിട്ടും, കച്ചവടത്തിൽ ബറക്കത്ത്, അല്ലാഹുവേ മഴയുണ്ടാകും. 3 ഈ ജീവിതത്തിൽ സന്തോഷവും, ഈ ദുനിയാവിലെ ഈ ജീവിതം അല്ലാഹു സമാധാനമുള്ള ഒരു ജീവിതം നിനക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. 4 മോനെ വാപ്പച്ചി, എന്റെ ഉപ്പ റമളാൻ മാസത്തിൽ മരിച്ചു, എന്റെ ഉമ്മ വെള്ളിയാഴ്ച ദിവസം മരിച്ചു, നിനക്കൊന്നും കിട്ടാനില്ല. നിനക്ക് എന്തെങ്കിലും കിട്ടോ? നിന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ച നിനക്ക് സ്വർഗം കിട്ടോ? പറ, കിട്ടുവോ? കിട്ടില്ല. ഇപ്പൊ നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ആ വാപ്പാടെ യഥാർത്ഥ മകനാകണം. ആ വാപ്പാടെ യഥാർത്ഥ മകൻ. യഥാർത്ഥ മകൻ എന്ന് പറഞ്ഞ വാപ്പ വെള്ളിയാഴ്ച മരിച്ച നീ നിസ്കാരത്തിൽ കിടന്ന് മരിക്കണം. അതാ മോൻ. നിന്റെ വാപ്പ വ്യാഴാഴ്ച രാവിലെ പോയി, വെള്ളിയാഴ്ച രാവിലെ പോയെ വാപ്പ വ്യാഴാഴ്ച മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം വാപ്പ രാത്രി പോയി. നീ എപ്പം പോകണം? ഇവിടുത്തെ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ സുജൂദി കിടന്നിട്ട് പോകണം. അതാ മോനെ മരണം. അല്ലാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. എന്തേ പറഞ്ഞേ? സമ്പാദ്യം മുഴുവനും കൊടുക്ക. അല്ലാഹ് പറഞ്ഞ നീ സമ്പാദിച്ചത് മുഴുവനും സദക്ക കൊടുക്കണം എന്നല്ല പറഞ്ഞേ. നിന്റെ നാവ് കൊണ്ട് എവിടെങ്കിലും ഇരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നല്ല മരണം നൽകണേ അല്ലാഹ്. ഓരോ മനുഷ്യനും വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്നത് കാണുമ്പോ പടച്ചവന് കൊതി തോന്നാറുണ്ട്. റഹ്മാനെ, ഞങ്ങളുടെ അവസാനവും ഉള്ള വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആക്കണേ റഹ്മാനെ. വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്ന മനുഷ്യന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നിന്റെ മുത്തുനബി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ നല്ല മരണം നൽകണേ അല്ലാ, നല്ല മരണം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രിയമുള്ളവരെ, മുത്തുനബി എവിടെന്ന് പറയുകയാണ് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറബങ്ങളെ, 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറ ചെറുപ്പക്കാരാ. അല്ലാഹു തരുന്ന 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മല്ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീകിൻ മഹ്റജാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അധികമായിട്ട് പറഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ താങ്ങാൻ കഴിയാത്ത ഒരു വേദനയുണ്ടല്ലോ. പടച്ചവനെ, ആർക്കാട് മാരകമായ രോഗങ്ങൾ കടന്നു വന്നാൽ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം കടന്നു വന്നാൽ, പെങ്ങൾ
പെങ്ങളെ നിന്നെ കൊണ്ട് കഴിയുമോ പെങ്ങള്? വാപ്പാ നിന്നെ കൊണ്ട് കഴിയുമോ വാപ്പാ? കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ക്യാൻസർ എന്ന് പറയുന്ന രോഗം നിനക്ക് വന്നാൽ, കിഡ്നി തകർന്നു പോകുന്ന രോഗം നിനക്ക് വന്നാൽ, ശരീരം തളർന്ന് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരവസ്ഥ നിനക്ക് അല്ലാഹു തന്നാ താങ്ങാൻ കഴിയുമോ വാപ്പാ? കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ പൊന്നാര മക്കള് മാരക രോഗം പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കാണാൻ നിനക്ക് കഴിയുമോ? 4 വയസ്സുള്ള പൊന്നുമോൻ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ എന്റെ പൊന്നാര മകൻ വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്, അവൻ അല്ലാഹുവേ ക്യാൻസറാണ്, വല്ലാത്ത വേദനയാണ് ഉസ്താദ്. കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവേ ഈ സ്റ്റേജിലിരിക്കുന്ന അബ്റാരി ഉസ്താദ്, റസാഖ് ഉസ്താദ് മദ്രസയിൽ പഠിപ്പിച്ച ഒരു പൊന്നുമോനാ. ഇന്ന് വരുമ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണേ, ഇരിക്കുന്ന പാവപ്പെട്ടവൻ മദ്രസയിൽ പഠിപ്പിച്ച തന്റെ ശിഷ്യനുണ്ടല്ലോ ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിച്ചിട്ടല്ലാ ഇന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് തള്ളി ചെറുപ്പക്കാരാ, 10-18 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോനെ അങ്ങ് കോട്ടയത്ത് നിന്ന് ഇവിടെയോ ഒരു ക്യാൻസറിന്റെ മരുന്ന് കൊടുക്കുന്ന സ്ഥലമുണ്ട്, കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു മുമ്പ് വിളിച്ചപ്പോ പറഞ്ഞു, കോട്ടക്കലിലെത്തിയപ്പോ വയ്യ ഉസ്താദേ, രാവിലെ അവിടെ നിന്നിറങ്ങിയതാണ്, വണ്ടിക്കകത്ത് കൊണ്ടുവന്നപ്പോ അവന്റെ ശരീരം തളർന്നിട്ട് അൽമാസ് ഹോസ്പിറ്റലിൽ കയറ്റിയിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഡോക്ടർമാര് മുഴുവനും കൈയൊഴിഞ്ഞു. അവന്റെ വാപ്പയുമ്മയുടെ കണ്ണുനീരുണ്ടല്ലോ, അവരുടെ കരച്ചിലുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ തെള്ളിയെട്ടി എപ്പോ വേണമെങ്കിലും മരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാ. എന്തെങ്കിലും രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടോ? അവിടെ നിന്ന് നീ കാസർഗോഡ് വരെ വരുന്നത് ആ പ്രതീക്ഷയോടുകൂടിയാണ്. ആ പൊന്നുമോനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മയുടെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്ക്. അല്ലാഹുവേ, ആ പൊന്നുമോനോട് നീ കരുണ കാണിക്കണേ അല്ലാ, ആ പൊന്നുമോനോട് നീ കരുണ കാണിക്കണേ അല്ലാ. പാപ്പാ, നിന്റെ മകനെങ്ങാനും ഇത് വന്നുപോയാ, നിന്റെ മക്കൾക്കെങ്ങാനും വന്നുപോയാ, വീടിന്റെ അകത്ത് പടച്ചവനെ നിന്റെ പൊന്നാര മക്കള് തലയിലെ മുടിയെല്ലാം പൊഴിഞ്ഞു പോയിട്ട്, തലയിലെ മുടിയെല്ലാം പൊഴിഞ്ഞു പോയി, മക്കളുടെ മുഖമെല്ലാം കറുത്തിട്ട്, പാപ്പാ എനിക്ക് വേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞു മക്കള് വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കാണാൻ നിന്നെ കൊണ്ട് കഴിയുവോ വാപ്പാ? മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? അസ്തഗ്ഫിറുല്ലാഹ് പറ വാപ്പാ, നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ ജീവിതത്തിൽ അല്ലാഹു ഒറ്റപ്പെടുത്തൂല. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സമയമുണ്ട്, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സമയം എല്ലാവരുമുണ്ട്. എങ്കിൽ ആരുമില്ലാത്ത പോലെ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന ചില സമയങ്ങളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ 3-4 മക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവളെങ്ങാണം അങ്ങ് നേരത്തെ പോയാൽ മോനെ, പിഞ്ചു മക്കളെയും ചേർത്ത് പിടിച്ച് വീടിന്റെ അകത്തിരുന്ന് കരയാനല്ലേ കഴിയൂ? പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടെങ്ങാണം പോയാ ആരുണ്ടടി പൊന്നുമോളെ? നിന്റെ മാതാപിതാക്കൾക്കും നീ ബാധ്യതയാണ്, ഭർത്താവിന്റെ കുടുംബക്കാർക്കും ബാധ്യതയാണ്. ആരുമില്ലാതെ വീടിന്റെ പുല്ലറകളിൽ ഇരുന്നിട്ട് അല്ലാഹു തന്ന ആയുസ് കരയണ്ടേ പെങ്ങളെ? അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ ജീവിതത്തിൽ അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല. വാപ്പാ, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മനുഷ്യ, നിന്നെ അല്ലാഹു നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
വാപ്പാ നിന്നോട് കൈവക്കാൻ പറഞ്ഞപ്പോ നിനക്ക് മടിയായിരുന്നില്ലേ? വാപ്പാ നീ ഇവിടുത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാകടിന് ഇറങ്ങുമ്പോ എത്രയോ പേര് നിന്റെ പള്ളിയുടെ മുന്നിൽ വന്നിട്ട് എന്റെ മക്കളെ കെട്ടിക്കാ പൈസയില്ല, മരുന്ന് വാങ്ങാ പൈസയില്ല, വീട് വെക്കാ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കുന്നത് കാണുന്നതല്ലേ വാപ്പാ? നിന്റെ വീടിന്റെ മുന്നിൽ എത്രയോ ഒന്ന് കൈനീട്ടുന്നുണ്ട് വാപ്പാ. പറ്റുമോ നിനക്കതുപോലെ പോകാ? നിന്റെ മക്കളെ അതുപോലെ പറഞ്ഞു വിടാൻ നിനക്ക് കഴിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, തങ്ങളെ അസ്തഗ്ഫിറുള്ള പറമോളെ, മരിക്കുന്ന കാലം വരെ അല്ലാഹു നിനക്ക് അന്നം തരും പെണ്ണ്. ഒരുത്തന്റെ മുന്നിലും കൈനീട്ടണ്ട, ശരീരം വിറ്റിട്ട് ജീവിക്കണ്ട പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, പറഞ്ഞാൽ അല്ലാഹു തരുന്ന ആറാമത്തെ പ്രതിഫലം നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് ഭക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇന്ന് ജീവിതത്തിൽ വല്ലാത്ത പ്രയാസവാ ഉസ്താദേ. കച്ചവടമൊക്കെ തകർന്നിരിക്കുകയാണ്, ഗൾഫ് വല്ലാത്ത പ്രതിസന്ധിയിലാണ്, വീടിന്റെ പണി പകുതിയിൽ കിടക്കുകയാണ്, മക്കളെ കെട്ടിക്കാൻ പ്രായമായ ഉസ്താദ്, ദിവസത്തെ വീട്ടു ചെലവിന് പോലും വല്ലാത്ത പ്രയാസമാണ്. എന്തിനാ മോനെ പേടിക്കുന്നത്? എന്തിനാ പെണ്ണെ കരയുന്നത്? മുത്തുനബിയല്ലേ പറഞ്ഞത്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞാൽ അല്ലാഹു നിനക്ക് റിസ്ക് തരുമെന്ന് അല്ലാഹയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ജീവിതത്തിൽ എത്ര വലിയ പാപം ചെയ്തോ, എത്ര വലിയ പാപം ചെയ്തവരാണോ, കോടി പാപം ചെയ്തവനാണോ? നബി പറഞ്ഞത് എന്തെന്നറിയുവോ? കടലിന്റെ തിരമാലകളോളം പാപം ചെയ്താലും, കടലിന്റെ തിരമാലകളോളം നീ പാപം ചെയ്താൽ അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി غفرت ذنوبه وإن كان. അല്ലാഹുവേ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഈ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും പൊറുക്കടോ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ പാപങ്ങൾ മുഴുവനും പൊറുത്തവനെ പോലെ ഇന്ന് മരിച്ചാ നിനക്ക് സ്വർഗം വേണോ? ഈ പോകുന്ന വഴിയിലങ്ങ് മരിച്ചു പോയാൽ, ഈ പോകുന്ന വഴിയിലങ്ങ് മരിച്ചു പോയാ നിനക്ക് സ്വർഗം വേണോ ചെറുപ്പക്കാരാ? നിനക്ക് സ്വർഗം വേണോ പെങ്ങള്? നിനക്ക് സ്വർഗം വേണോ പെങ്ങള്? ഒരു ദിക്റ് പറയാൻ കഴിയുമോ? ഒരു ദിക്റ് പറയാൻ കഴിയുമോ? ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ സർവ്വ പാപങ്ങളും പൊറുത്തവരായി നിലയിൽ നിനക്ക് പോകാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ പാപങ്ങളും പൊറുത്തവനെ പോലെ ഇവിടെ നിറങ്ങി പോണോ? ഒറ്റ ദിക്റ് പറഞ്ഞിട്ട് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ ദിക്റ്, ആ ദിക്റ് പറഞ്ഞ എല്ലാ പാപവും നീ എത്ര കോടാനി കോടി പാപം ചെയ്താലും അല്ലാഹു നിനക്ക് പുറത്തു തരും. പറയാ മനസ്സുള്ളവർ കൈവക്ക് ദുആ ചെയ്യാം. പറയാ മനസ്സുള്ളവർ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആ ഇടയിൽ ഒരു വിഭാഗം ഒന്നിനും ഇല്ലാത്തവരുണ്ട്. ഇടയിൽ എന്തോ ഒരു വിഭാഗം, അവർക്ക് കയ്യും പൊങ്ങൂല കാലും പൊങ്ങൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രതിഫലം കേട്ടോ, ഈ കൈവക്ക്. താല്പര്യമുള്ളവരെ ബുക്ക്, ഞാൻ പ്രതിഫലം പറഞ്ഞു പിരിയ. ദിക്ർ പറയുന്നതിന് ഒന്ന് 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 എന്തേ പ്രതിഫലം? എന്തേ പ്രതിഫലം? എന്തേ തൗബ ചെയ്യുവെന്ന് ചെയ്യുവോ? ഇതിപ്പോ നിർത്തണോ? 11 മണിയായി. നിർത്തണോ? പറയണോ? കൈപൊക്കി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് തൗബ ചെയ്യാമെന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം പറയാം. നിർത്തുക. ഇന്ന് തൗബ ചെയ്യാമെന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഇഖ്ലാസോടുകൂടി ഉസ്താദേ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈപൊക്കിയ വാപ്പാ പെങ്ങളെ, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്തിരുന്ന മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബേ ഈ പാവപ്പെട്ട പെണ്ണിന് നീ പുറത്തു കൊടുക്കണേ.
ഇവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഈ പെണ്ണിന് സ്വർഗം കൊടുക്കണേ അല്ലാ, ഈ ചെറുപ്പക്കാരന് സ്വർഗം കൊടുക്കണേ അല്ലാ. എന്നിട്ട് മലക്കുകൾ പറയുന്നു ഇവർക്ക് മാത്രം കൊടുത്താ പോരാ, അല്ലാഹുവേ ഈ തൗബ ചെയ്യുന്ന മനുഷ്യന് മാത്രം കൊടുത്താ പോരാ, ഈ പെണ്ണിന് മാത്രം കൊടുത്താ പോരാ. വമൻ സ്വലഹ മിൻ ആബായിഹിം, അല്ലാഹ് ഈ പെണ്ണിന് ജന്മം കൊടുത്ത വാപ്പയുണ്ടല്ലോ, ഇവളെ പോറ്റി വളർത്തിയ വാപ്പയുണ്ടല്ലോ, ഇവളെ കഷ്ടപ്പെട്ടു വളർത്തിയ വാപ്പയുണ്ടല്ലോ, അല്ലാഹ് 9.5 മാസം ഈ പെണ്ണിനെ ചുമന്നുകൊണ്ട് നടന്ന ഇവളുടെ ഉമ്മയുണ്ടല്ലോ, ഈ കൈപൊക്കിയ ഉപ്പമാരെ, ഈ കൈപൊക്കിയ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്തിരുന്നിട്ട് മലക്കുകൾ അല്ലാഹുവോട് പറയുകയാ, നിനക്ക് ജന്മം തന്ന നിന്റെ വാപ്പയ്ക്ക്, നിന്നെ നൊന്തു പ്രസവിച്ച നിന്റെ പെറ്റുമ്മയുണ്ടല്ലോ, നിനക്ക് പാല് തന്ന, നിന്നെ കെട്ടിപ്പിടിച്ച് ചുംബനം തന്ന, മോനെ എന്ന് പറഞ്ഞു സ്നേഹത്തോടെ നിന്നെ കൊണ്ട് നടന്ന പടച്ചവനെ ഈ പെണ്ണിന്റെയും ഈ മനുഷ്യന്റെയും ഇവരുടെ മാതാപിതാക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കിട്ടാൻ മലക്കുകൾ ദുആ ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു വമന സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം, അല്ലാഹുവേ അല്ലാഹുവേ ഇവന്റെ കൂടെ കിടപ്പറയിൽ കിടക്കുന്ന ഇവന്റെ ഭാര്യയുണ്ടല്ലോ, ഇവന്റെ ദുഃഖത്തിലും ഇവന്റെ സന്തോഷത്തിലും ഇവന്റെ കൂടെ ഇവന്റെ ഇണയുണ്ടല്ലോ, നിങ്ങള് തൗബ ചെയ്യാ തീരുമാനിച്ച ഉമ്മ, ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഒരു പാപവും ചെയ്യാത്ത മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, നാഥാ ഈ പെണ്ണിനൊരു ജീവിതം കൊടുത്ത ഇവളുടെ ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യനും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അത് മാത്രമല്ല റബ്ബേ, വമൻ സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, അല്ലാഹുവേ അല്ലാഹുവേ ഇവരുടെ പൊന്നാര മക്കളുണ്ടല്ലോ അല്ലാഹ്, ഇവരുടെ രക്തത്തിൽ പിറന്ന ഇവരുടെ സന്താനങ്ങളുണ്ടല്ലോ അല്ലാഹുവേ, ഇവരുടെ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആർക്ക് വേണ്ടിയാ ദുആ ചെയ്തതെന്നറിയോ? മലക്കുകൾ ആർക്ക് വേണ്ടിയാ ദുആ ചെയ്യുന്നത്? സദഖ കൊടുത്തവനല്ല, നിസ്കരിച്ചവനല്ല, വഅദ് പറഞ്ഞവനല്ല, വഅദ് കേട്ടവനല്ല, ഖുർആൻ ഓതിയവനല്ല, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനല്ലോ, നോമ്പ് പിടിക്കുന്നവനല്ലോ, അല്ലാഹ് ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപമുണ്ടല്ലോ, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപമുണ്ടല്ലോ, ഇവിടെ ഇരുന്ന് ഏറ്റു പറഞ്ഞാൽ, ഇവിടെ ഇരുന്നിട്ട് റബ്ബേ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലവാ. ഖുർആനില്ലേ പറഞ്ഞത്, മലക്കുകൾ ദുആ ചെയ്യുന്നു, നാഥാ ഇവന്റെ പാപം പൊറുക്കണം, ഇവന് സ്വർഗം കൊടുക്കണം, ഇവന്റെ വാപ്പയ്ക്കും കൊടുക്കണം, ഇവളുടെ ഉമ്മയ്ക്കും കൊടുക്കണം, ഇവന്റെ ഭാര്യയ്ക്കും കൊടുക്കണം, ഇവന്റെ മക്കൾക്കും കൊടുക്കണം, നാഥാ ഇവരെ കുടുംബസമേതം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. മലക്കുകളാ ദുആ ചെയ്യുന്നത്. എന്നിട്ട് മലക്കുകൾ പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, അല്ലാഹ് ചെയ്തു പോയത് മുഴുവനും ഇന്ന് നിന്റെ മുന്നിലേറ്റ് പറഞ്ഞിട്ട് ഇവൻ നന്നായവനാണ്, ഇവനെ പഴയ ചാലിൽ കൊണ്ടിടല്ലേ അല്ലാഹ്, കള്ളു കുടിക്കുന്നവനാക്കല്ലേ അല്ലാഹ്, വ്യഭിചരിക്കുന്നവനാക്കല്ല അല്ലാഹ്, ചാറ്റ് ചെയ്യുന്നവളാക്കല്ല അല്ലാഹ്, കാമുകന്റെ കൂടെ കറങ്ങുന്നവളാക്കല്ല അല്ലാഹ്, നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നവളാക്കല്ല അല്ലാഹ്, ഭർത്താവിനെ വഞ്ചിക്കുന്നവളാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ഇവർക്ക് നീ സംരക്ഷണം കൊടുക്കണേ അല്ലാഹ് എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ മോനെ, ഇന്നും
മരിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താ? ഇന്ന് രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്തിട്ട് പിരിയുന്നവന് ഇന്ന് നീ മരിച്ചാൽ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇവിടെ നിന്ന് കരഞ്ഞു ദുആ ചെയ്തിട്ട് ഇറങ്ങി പോകുന്ന വഴിയിൽ നീ എങ്ങാനും മരിച്ചുപോയാ സുബ്ഹാനല്ലാഹ്, ഇവിടത്തെ പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ കൊണ്ടുവന്നു, നിന്നെ കുളിപ്പിച്ചു, വെള്ള തുണിയിൽ പൊതിഞ്ഞു, ജനാസ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തോളിലൂടെ 6 പേര് ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് പോയി. നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് നിന്റെ ജനാസ മയ്യത്ത് കെട്ടിലിന്റെ അകത്ത് നിന്നിറക്കി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ എന്നിട്ട് നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്തേക്ക് നിന്റെ ജനാസ അങ്ങ് ഇറക്കി വെച്ച് കഴിഞ്ഞു. നിങ്ങളുടെ ജനാസ ഇറക്കി വെച്ച് കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, നിന്റെ ഖബറിന്റെ അകത്ത് പലകയെടുത്ത് ഇങ്ങനെ നിരത്തി. എന്നിട്ട് എല്ലാവരും നിന്റെ ഖബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുമ്പോ ഖബറിന്റെ പരിസരത്ത് കിടക്കുന്ന മറ്റ് ഖബറാളികൾ എടാ ഭാഗ്യവാനേ, നിന്റെ ഖബറിന്റെ പരിസരത്ത് കിടക്കുന്ന മറ്റുള്ള ഖബറാളികൾ അവര് സന്തോഷത്തിലാ, അവർക്ക് നാളെ പെരുന്നാളിന്റെ സന്തോഷവാ. നീ നാളെ ഇന്ന് തൗബ ചെയ്തിട്ട് നീ മരിച്ചാ നാളെ ദുഹറിന്റെ സമയത്ത് നിന്നെ കൊണ്ടുപോയി ഖബറിൽ വെക്കുമ്പോ അല്ലാഹുവേ നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികൾക്ക് നാളെ പെരുന്നാളിന്റെ സന്തോഷമാണ്. കാരണം എന്തെന്നറിയോ? തൗബ ചെയ്ത നിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ ഖബറിന്റെ പരിസരത്ത് കിടക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തൗബ ചെയ്ത ഒരു മനുഷ്യന്റെ മയ്യത്ത് പള്ളിക്കാട്ടി കൊണ്ടുവെക്കുമ്പോ തങ്ങളോ വലിയോ പണ്ഡിതനോ ഹാഫിദോ ആലിമോ ഹജ്ജ് ചെയ്തവനോ ഉംറ ചെയ്തവനോ എന്നല്ല, ഒരു സാധുവായ ഒരു മനുഷ്യൻ തൗബ ചെയ്തവനായിട്ട് തൗബ ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ മയ്യത്ത് ഖബറിൽ കൊണ്ടുവെക്കുമ്പോ ചുറ്റുഭാഗത്ത് കിടക്കുന്ന എല്ലാ ഖബറാളികൾക്കും നിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ പടച്ചവനെ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ പടച്ചവനെ. ഇനി പ്രതിഫലം പറഞ്ഞുതരാൻ എനിക്കറിയില്ല, ഇനി പറഞ്ഞുതരാൻ എനിക്കറിയില്ല. ഇനി നിന്റെ ഇഷ്ടം വേണോ വേണ്ടേ നീ തീരുമാനിക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്ന ഒരു ദിക്ർ, സർവ്വ പാപങ്ങളും. വാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് പറയുന്ന ഈ ദിക്ർ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അല്ലാഹു അവന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തും. അവിടെന്ന് പറഞ്ഞു, ഇനി കടലിന്റെ പതകളോളം നുരകളോളം പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഈ ദിക്ർ പഠിക്കുക, ഇന്നു മുതൽ പറയുക. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പിരിയുകയാ. ആരൊക്കെയാണ് ഇനി കാണുന്നത് എന്നൊന്നും അറിയില്ല, ആർക്കൊക്കെ ആയുസ് ഉണ്ടാകുക എന്നറിയില്ല. നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ എല്ലാ പാപങ്ങളും അടിച്ചിറക്കി വെച്ചിട്ട് ഒരു നന്മ ചെയ്തിട്ട് പിരിയാം. ഒരു നല്ലത് കൊണ്ട് നമ്മുടെ ജീവിതം തുടങ്ങാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളൊക്കെ വിചാരിച്ചാൽ ഈ നാട്ടിലെ സർവ്വ പെണ്ണുങ്ങളെയും വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള പണം അല്ലാഹു നിങ്ങളിൽ പലർക്കും തന്നിട്ടുണ്ട്. പക്ഷെ മനസ്സാണില്ലാത്തത്. അല്ലാഹു എത്ര തന്നാലും ഇങ്ങനെ വാരിക്കൂട്ടി വെക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തിനാ സഹോദര? നിന്റെ ഉപ്പാന്റെ മയ്യത്ത് നീ കൊണ്ട് ഖബറിൽ വെച്ചത് മറന്നുപോയോ? എന്തുകൊണ്ടാ നിന്റെ വാപ്പ പോയെ? നിങ്ങളുടെ ഉമ്മ പോയപ്പോൾ എന്തുകൊണ്ടാ പോയ? ഒന്നും കൊണ്ടുപോയില്ലല്ലോ. നീ കൊടുത്ത 3 കഷ്ടം തുണിയും പുതച്ചിട്ട് ഉമ്മയും വാപ്പയും പോയില്ലേ? ഈ നാട്ടിലെ എത്രയോ കോടീശ്വരന്മാര് പോയില്ലേ? എന്നിട്ട് എന്ത് നീയും അങ്ങനെ ഒരു ദിവസം പോകേണ്ടവനാണെന്ന് നിനക്ക് ഓർമ്മ വരാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഇന്നലെ തന്നെ അല്ലാഹുവേ പടച്ചവനെ, ഒരു ഡോക്ടർ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നിട്ട് മരണപ്പെട്ട് നമ്മുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് പരിസരത്ത് ചിത്താരിയിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ തന്റെ വീടിന്റെ പണി അല്ലാഹുവേ ഇനി ഒരു 10% കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആ പാവപ്പെട്ട
ഡോക്ടർ. അള്ളാഹു അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ ജീവൻ ഇത്രയല്ലേ ഉള്ളൂ വില. വാപ്പ നിനക്ക് തന്നിരിക്കുന്നത്, നിന്റെ അടുക്ക പൈസ കൊടുക്കാൻ പറഞ്ഞ കൊടുക്കൂല, നീ കൂട്ടിവെക്കും. പക്ഷേ നിനക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം വന്ന നിന്റെ വീട് വരെ വിറ്റിട്ട് നീ ചികിത്സിച്ചാൽ മാറുവോ വാപ്പ? എന്ത് ചിന്തിക്കാത്ത? നിന്റെ സർവ്വ സമ്പാദ്യം അല്ലാഹ് ഞാൻ തരാം, എന്റെ ക്യാൻസർ ഒന്ന് മാറ്റി തരുവോ അല്ലാഹ്? കിഡ്നി പോയി 25-30 ലക്ഷം രൂപയാവുന്നു മാറ്റി വെക്കാൻ. രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തേ വാപ്പ നിനക്ക് തിരിയാത്തത്? എന്തേ ചെറുപ്പക്കാരാ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? പാവപ്പെട്ട പെൺകുട്ടികൾ, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി, അല്ലാഹുവേ ഞാൻ യതീമാണ് പടച്ചവനെ, എന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എന്റെ ഉമ്മയുടെ കയ്യിൽ ഒന്നുമില്ല, എന്നെ ആരും സഹായിക്കുന്നില്ല അല്ലാഹ് എന്ന് ഓർത്തിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് ഇവിടെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വീടിന്റെ അകത്തിരുന്ന് കരഞ്ഞ ഈ നാട്ടിലെ ഒറ്റ ഒരുത്തനും രക്ഷപ്പെടൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരാളും രക്ഷപ്പെടൂല. പടച്ചറബിന്റെ മുന്നിൽ അള്ളാഹു നിങ്ങളെ മുന്നിൽ പിടിച്ചു നിർത്തും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ആ പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും കൊടുക്ക്. എന്താണ് അള്ളാഹ് പറഞ്ഞെന്നറിയോ? ഇതാണ് നിന്റെ സമ്പാദ്യം. വീട് നിന്റെതല്ല, വണ്ടി നിന്റെതല്ല, ജാഗകൾ നിന്റെതല്ല, ബിൽഡിങ്ങുകൾ നിന്റെതല്ല, ബാങ്കിൽ കിടക്കുന്നത് നിന്റെ പൈസയല്ല, അത് നിന്റെ ഭാര്യക്കും മക്കൾക്കും ഉള്ളതാ. നിന്റെതെന്ന് പറയാൻ, എന്റെതെന്ന് പറയാൻ എനിക്കുള്ളത്, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് എന്റെ സമ്പാദ്യം. എന്റെ സമ്പാദ്യം ഞാൻ കൊടുത്തതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഈ മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ സ്വർഗ്ഗം കണ്ടിട്ട് വേണം മരിക്കാൻ. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ അസ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും എനിക്ക് തന്ന ഞാൻ നിങ്ങൾക്ക് സ്വർഗ്ഗം തരാം. പറഞ്ഞത് സിറാജല്ല, അള്ളയാ. നിനക്ക് വിശ്വാസമുണ്ട് അല്ലാഹേ? നീ 5 നേരം നിസ്കരിക്കുന്നവനല്ലേ? നീ ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായവനല്ലേ? ഖുർആനല്ലേ പറഞ്ഞ് എനിക്ക് സമ്പത്ത് തന്നാൽ ഞാൻ സ്വർഗ്ഗം തരാമെന്ന് അള്ളയാ പറഞ്ഞ. അല്ല വാക്ക് പറഞ്ഞാ പാലിക്കുന്നവനാ. മോനെ നിനക്ക് സ്വർഗ്ഗം തരാമെന്ന് അല്ല പറയുന്നു. വേണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് നീയാ. മുത്തുനബി നിങ്ങളാ ചിന്തിക്കണം, മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ പൈസയ്ക്ക് സദക്ക കൊടുത്ത റസൂലുള്ളാഹി. വിളക്ക് പോലും കത്തിച്ചില്ല ഉമ്മ. ഇങ്ങനെ ചിന്തിക്കണം. മുത്തുനബിയുടെ വീടിന്റെ അകത്ത് മരിക്കുന്നതിന്റെ വഫാത്താകുന്നതിന്റെ തലേ ദിവസം വിളക്കിന്റെ അകത്ത് ഒഴിക്കാനുള്ള എണ്ണ പോലും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്ന അവസാനത്തെ ദിർഹവും സദക്ക കൊടുത്ത നബിയ എഴുന്നേറ്റിരുന്നിട്ട് അല്ലാഹുവേ എഴുന്നേക്കും കിടക്കും, വേദന സഹിക്കാൻ കഴിയാതെ അസ്റായിലിനോട് പോലും ചോദിച്ചു, അത്രേ എനിക്ക് പറ്റുന്നില്ല അസ്റായിലെ, ഒന്ന് പതുക്കെ പിടിക്കും. എന്തൊരു വേദന. അസ്റായിൽ പോലും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല നബി ഇതിനെക്കാളും മയമായി പിടിക്കാൻ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അവസാനം വെള്ളത്തിന്റെ അകത്ത് കൈയിട്ടിട്ട് റസൂലുള്ള വെള്ളം കോരിയിട്ട് മുഖത്തൊഴിച്ചെന്നാണ്. വെള്ളം കോരി ഇങ്ങനെ മുഖത്തൊഴിച്ചിട്ടാ പറഞ്ഞ, ആയിഷ മോളെ ആയിഷ, ഇന്നലിൽ മൗത്തില സക്കറ. എന്ത് ചിന്തിക്കാത്ത? അല്ലയല്ലേ പറഞ്ഞ വേദനയുണ്ടെന്ന്? ഞാനാ പറഞ്ഞ ആരാ പറഞ്ഞ വേദനയുണ്ടെന്ന്? അല്ല തന്നെയാ പറഞ്ഞ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലയാ പറഞ്ഞ. എന്ത് തിരിയാത്ത? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയാ, മരിക്കുമ്പോ ചിരിക്കണമെങ്കിൽ സ്വർഗം കണ്ടാലേ ചിരിക്കാൻ പറ്റൂ. വേറെ എന്ത് കണ്ടാലും ചിരിക്കൂല. എന്തേ മരിച്ചു കിടക്കുമ്പോ കണ്ണ് തള്ളണേ? എന്തേ വാപ്പ കണ്ണ് തള്ളി വായിലൂടെ പതയും നൊരയെ ഒലിപ്പിച്ച് ചാവുന്ന എന്തുകൊണ്ടെന്നറിയോ? ആർക്കും കൊടുക്കാതെ വാരിക്കൂട്ടി വെക്കുന്നുണ്ടല്ലോ. ആർക്കും കൊടുക്കാതെ നീ വാരിക്കൂട്ടി വെച്ചത് മുഴുവനും നീ തീരുന്നതിന് മുമ്പ് മലക്ക് നിന്റെ മുന്നിൽ കൊണ്ടുവരും. നീ കാണും വാപ്പ, പാവങ്ങൾക്കും യതീമിങ്ങൾക്കും പള്ളിക്കും മദ്രസകൾക്കും ചോദിച്ചാ കൊടുക്കാതെ എല്ലാം ഏറ്റൊണ്ടടക്കല്ലേ. തീരാറായ ഉമ്മാടെ ചെവിയിൽ സ്വർണം. എന്തിനാ ഉമ്മ മുടിയൊക്കെ നരച്ച് ഇന്നും നാളെയും ഇരിക്കണം? നീ ഇനി സ്വർണം ധരിച്ച് നീ നന്നാവണ്ടേ ഉമ്മ? 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മരണം കാത്തിരിക്കണമെന്നല്ല. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മരണം കാത്തിരിക്കണോ? നിനക്ക് ചിന്തയുണ്ടോ ഉമ്മ? നീ ഇങ്ങനെ സ്വർണം ധരിച്ചു പാപങ്ങളെ മറന്ന് നടക്കുന്നല്ലോ. ഈ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അല്ല നിന്റെ മുന്നിൽ കൊണ്ട് കാണിക്കും. നിന്റെ സമ്പാദ്യം മുഴുവനും നീ നെഞ്ചു പൊട്ടിയിട്ട് കരയും, അല്ലാഹുവേ ഇതൊന്നും ഞാൻ കൊണ്ടുപോകത്തില്ലല്ലോ അല്ല, എനിക്കിത് കൊണ്ട് പ്രയോജനം ഉണ്ടായില്ലല്ലോ അല്ല. നെഞ്ചു പൊട്ടിയിട്ട് കരയും. മക്കളെ കൊണ്ടുവന്ന് അല്ലാഹു കാണിക്കും. ലോകത്തെവിടെ കിടക്കുന്ന മക്കളാണെങ്കിലും കൊണ്ടുവന്ന് നിരത്തി നിർത്തും. പാപ്പ ചോദിക്കും, മോനെ
കഷ്ടപ്പെട്ടത് മുഴുവൻ ഇന്ന് വരെ ഞാൻ ആർക്കും കൊടുക്കാതെ, ഒരാൾക്കും കൊടുക്കാതെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കരുതിയതൊന്നും എനിക്ക് പ്രയോജനം ചെയ്തില്ല. നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ പോകുകയാ. എനിക്ക് എന്തെങ്കിലും ചെയ്യൂടാ, എനിക്ക് എന്ത് ചെയ്യൂടാ? ഓരോ മകനോടും വാപ്പ ചോദിക്കുമ്പോ മക്കള് പറയും, പാപ്പാ ഇവിടുത്തെ പള്ളിയിൽ ഒരു കുഴി എടുത്തു തരാം, 3 കഷ്ടം തുണിയും വാങ്ങിത്തരാം, അത് മാത്രം പ്രതീക്ഷിച്ചാ മതി. നീ നെഞ്ചു പൊട്ടിക്കെട്ട് ചാകും ആ സമയം. സ്വന്തം മക്കളെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞ്, നീ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അനുഭവിക്കുന്ന രംഗം നിന്റെ മക്കളോട് നീ ചോദിക്കും, എടാ ഇത്രയും കൊല്ലം ഞാൻ കാത്തുവച്ചത് മുഴുവനും നിങ്ങൾക്ക് തരാം, എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ പറയാ, പള്ളിയിൽ ഒരു കുഴിയെടുത്ത് തരാം, 3 കഷ്ടം തുണിയും വാങ്ങിത്തരാം, നിന്റെ കടം പോലും വിട്ടൂല വാപ്പാ, നിന്റെ കടം പോലും നിന്റെ മക്കള് വിട്ടൂല. നീ കാണുന്നില്ലേ, വെള്ളിയാഴ്ച പള്ളി വന്നിട്ട് ഇറങ്ങി ഓടുകയല്ലേ, അവന്റെ വാപ്പ പറമ്പി കിടക്കുന്നുണ്ട്, ഒരു സലാം പറയൂ, ഒരു സലാം. എന്തിനാ ഇങ്ങനെ ജീവിക്കണം? വയലെല്ലാരും ഉണ്ടല്ലോ, എന്ത് ഉപ്പ ചിന്തിക്കാത്ത? ഇത്രയും കാലം പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും കൂടപ്പുറപ്പിനും നാട്ടുകാർക്കും എല്ലാം ജീവിച്ച് നിനക്കെന്തോ ചെയ്തു വെച്ച് ഇന്ന് രാത്രി മരിച്ച കൊണ്ടുപോകാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? നീ പറയൂല്ലേ എന്റെ മോനെന്ന് ചോദ്യം, നീ മരിച്ച കുളിപ്പിക്കോ വാപ്പാവൻ? നാളെ നിന്റെ മയ്യത്തെടുത്ത് വീടിന്റെ പുറത്ത് വെക്കുമ്പോ ഈ പറയുന്നവൻ കുളിപ്പിക്കോ? നീ ഇത്ര കൊല്ലം ഗൾഫ് കിടന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് സമ്പാദിച്ച് കൊടുത്തിട്ട് നിന്നെ അവസാനമായിട്ടൊന്ന് കുളിപ്പിക്കാൻ അറിയത്തില്ലെങ്കിൽ നീ എന്തിനാ ജീവിച്ചേ? ഇവൻ മക്കളെ കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നിന്റെ മകൻ അറിയില്ലെങ്കിൽ, നിന്റെ കബറിന്റെ ചാരത്ത് വന്ന് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ വാപ്പ ഈ കഷ്ടപ്പെട്ടത്? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മക്കളിൽ നിന്ന് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. അവനവൻ പോകുമ്പോ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് പോയാ അതിന്റെ അള്ളാഹു നിനക്ക് തരും. ഒരായത്ത് ഓതാ മനസ്സുള്ളവര് കൈവക്ക്, ഓതാ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, സദക്കയുടെ മുതലിന് കാവൽ നിൽക്കാൻ ജോലി ഏൽപ്പിച്ചു. അങ്ങനെ രാത്രി അബൂ ഹുറൈറ റളിയല്ലാഹു തആല കാവലിരിക്കുമ്പോൾ ഒരു പ്രായമായ മനുഷ്യൻ വന്നിട്ട് ഈ സദക്കയുടെ മുതൽ മൂട്ടിക്കുകയാണ്. അബൂ ഹുറൈറ തങ്ങളെ കയറി പിടിച്ചു, നിന്നെ ഞാൻ കൊണ്ടുപോടാ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ, കള്ളനാ നീ. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ, പ്രായം ചെന്ന ആളല്ലേ, എന്റെ മക്കളും ഭാര്യയൊക്കെ വലിയ പട്ടിണിയില്ല, എത്രയോ നാളുകളായി ഭക്ഷണം കഴിച്ചിട്ട് ഗതിയില്ലാത്തത് കൊണ്ട് വന്ന് മോട്ടിക്കാൻ വന്നതാ. അബൂ ഹുറൈറ തങ്ങൾ വെറുതെ വിട്ടു. 2ാമത്തെ ദിവസവും വന്ന് ഈ മനുഷ്യൻ മോഷ്ടിച്ചു, 2ാമതും പിടിച്ചു. 3ാമത്തെ ദിവസവും വന്ന് മോഷ്ടിച്ചപ്പോ മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി നിന്നെ ഞാൻ വിടൂല, 2 പ്രാവശ്യം ഞാൻ നിന്നെ വെറുതെ വിട്ടു, ഇനി എന്തായാലും നീ എന്ത് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകും നബിയുടെ മുന്നിൽ. ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു ഇൽമു പഠിപ്പിച്ചു. അബൂ ഹുറൈറ തങ്ങളെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബി, ഇൽമിനോട് അത്രയ്ക്കും മഹബത്താണ്. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, എനിക്ക് ഇൽമു പറഞ്ഞു തരുമോ? പറഞ്ഞുതരാം. എന്താ ഇൽമു? ഖുർആനിലെ ഒരായത്ത് ഓതിയ വീട്ടിൽ നിന്ന് ശൈത്താനും ശർറുമാ. ഖുർആനിലെ ഒരായത്ത് വീട്ടിൽ ഓതുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ശൈത്താനിന്റെ ശർറു മാറും. ഒരായത്ത് ഓതിയാ മതി. അള്ളാഹു അബൂ ഹുറൈറ തങ്ങൾക്ക് വലിയ സന്തോഷമായി, അവിടെ നിന്ന് പഠിച്ചു, വിട്ടു. പിറ്റേ ദിവസം സുബൈക്ക് പള്ളിയിൽ പോയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, അബൂ ഹുറൈറ, നീ വിട്ടില്ലേ? ആ മനുഷ്യനെ വിട്ടില്ലേ? അവൻ ആരാന്നറിയോ? ഈ 3 ദിവസവും നിന്റെ അടുക്കൽ വന്ന ആ പ്രായമുള്ള ആൾ ആരാന്നറിയോ? അറിയില്ല നബിയെ, അത് ശപിക്കപ്പെട്ട ഇബ്ലീസ് ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ഇബ്ലീസ് പറഞ്ഞു കൊടുത്ത ഇൽമെന്താ? ഇബ്ലീസ് പറഞ്ഞു കൊടുത്ത ഇൽമെന്താ? ഈ ആയത്ത് വീട്ടിൽ ഓതി ആര് പോകുന്നു? ഇബ്ലീസ് പോകുന്നു. ആരാ പറഞ്ഞ? ഇബ്ലീസ് തന്നെയാ പറഞ്ഞു കൊടുത്തത്. ഇബ്ലീസ് തന്നെയാ പറഞ്ഞു കൊടുത്തേ. ഈ ആയത്ത് വീട്ടിൽ ഓതിയ അവിടെ നിന്ന് ഞാനും എന്റെ മക്കളും പോകുന്ന അവനാ പറഞ്ഞേ. പ്രവാചകൻ പറഞ്ഞു, ഇബ്ലീസ് കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അവൻ തന്നെ പറഞ്ഞു തന്ന ആയതാ. അപ്പൊ പിന്നെ എന്തായാലും രക്ഷപ്പെടുവല്ലോ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കരുണക്കടലായ ദയാലുവായ അല്ലാഹു, ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ആരും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് റബ്ബേ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ പാവങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. ഒരുപാട് പാപം ചെയ്തു, ഇന്ന് തൗബ ചെയ്യാനായി ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ റഹ്മാൻ.
നന്നാവണമെന്ന ആഗ്രഹത്തോടെ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ അല്ലാ. എല്ലാ പാപങ്ങളും പുറത്തവരായ നിലയിൽ ഇവിടെ നിന്ന് നീ യാത്രയാക്കണേ തമ്പുരാന്. അള്ളാഹുവെ, ഈ പോകുന്ന വഴിയിൽ മരിച്ചാ നീ സ്വർഗം നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിന്റെ അകത്താ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാൻ. അള്ളാഹുവെ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാൻ. അള്ളാഹുവെ, പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാൻ. അള്ളാഹുവെ, പടച്ചവനെ റബ്ബേ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ. ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ, ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. അള്ളാഹുവേ, പടച്ചവനെ, കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ പടച്ചവന്. കൂടെ കിടന്ന ഭാര്യയും ഭർത്താവും അള്ളാഹുവെ നോക്കി മടുത്തു മരിച്ചാ മതി എന്ന് ആഗ്രഹിക്കല്ലേ അല്ലാ. സ്വന്തം മക്കള് വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ പടച്ചവൻ. അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ പടച്ചവനെ. ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അള്ളാഹുവെ, പടച്ചവനെ, എപ്പോ എവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല. ഈമാനോടുകൂടിയുള്ളൊരു നല്ല മരണം നൽകണേ അല്ലാ. എന്തു പറയാൻ മറന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഓർമ്മ നൽകണേ പടച്ചവൻ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ പടച്ചവൻ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, തൗബ ചെയ്തിട്ടും ഭാഗ്യം നൽകണേ അല്ലാ. തൗബ ചെയ്തിട്ടും മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവൻ. അല്ലാഹുവേ റഹ്മാനെ, പടച്ചവനെ, ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, സന്തോഷവും സമാധാനവും നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഇത്രയും നേരം ഈ സദസ്സിലിരുന്ന എൻ്റെ വാപ്പമാർക്ക് നീ നല്ല മരണം കൊടുക്കണേ പടച്ചവൻ. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, നല്ല ജീവിതം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ അല്ലാ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും വേദനിപ്പിക്കല്ലേ റബ്ബേ. അറുത്തു മുറിക്കല്ലേ റബ്ബേ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ റബ്ബേ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളൊക്കെ പരീക്ഷ എഴുതാൻ കാത്തു നിൽക്കുകയാ, നല്ല വിജയം കൊടുക്കണേ അല്ലാ. അവരുടെ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ തമ്പുരാൻ. അല്ലാഹുവേ, പടച്ചവനെ, മാസങ്ങളായി രാപ്പകലിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ. അല്ലാഹുവേ, ആര് കൈവിട്ടാലും നീ കൈവിടല്ലേ പടച്ചവനെ. ആര് കളിയാക്കിയാലും നീ കളിയാക്കല്ലേ അല്ലാ. പടച്ചവനെ റബ്ബേ, ഈ നാടിന്റെ വെളിച്ചമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഇങ്ങനെ ഒരു മകനെ എനിക്ക് കിട്ടിയല്ലോ എന്നോർത്ത് ഇവരുടെ ഉപ്പയും ഉമ്മയും സന്തോഷിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ റബ്ബേ, ഖിയാമത്ത് നാൾ വരെ നീ ഇവർക്ക് ഈ സംഘടനയെ നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാൻ. അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അവരുടെ ലക്ഷ്യങ്ങൾ നീ സാധിച്ചു കൊടുക്കണേ പടച്ചവനെ. പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി ചോദിച്ചപ്പോ തന്നവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരെ നിന്റെ വീട്ടിലേക്ക് നീ വിരുന്നിന് വിളിക്കണേ റഹ്മാനെ. കഅബ കാണിക്കാതെ നീ മരിപ്പിക്കല്ലേ പടച്ചവനെ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ക്യാമറയുടെ പ്രവർത്തകന്മാരെ അനുഗ്രഹിക്കണേ പടച്ചവനെ. അവരുടെ ദഅവത്ത് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ വഅദ് ലൈവായി കാണുന്ന നൂറുകണക്കിന് പാപങ്ങളുണ്ട്, അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ റബ്ബേ, അല്ലാഹുവേ, റസാഖ് ഉസ്താദിന് നീ ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. ശബ്ദം നിലനിർത്തണേ പടച്ചവനെ. ജുനൈദ് ഖാസിമിയെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു അദ്ദേഹത്തിന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ഹാഖ് എന്ന ചെറുപ്പക്കാരന്റെ കച്ചവടത്തിൽ നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, സുൽഫി എന്ന ചെറുപ്പക്കാരന്റെ ആഗ്രഹങ്ങൾ നീ സാധിച്ചു കൊടുക്കണേ അല്ലാ. ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിക്കുന്ന ഖാലിദ് എന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ മുഖത്തുള്ള സന്തോഷം മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തണേ അല്ലാ.
എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് സഹോദരിമാർ ഇവരുണ്ട്. ഞങ്ങളെ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗത്തിലെ കൂട്ടുകാരിൽ പെടുത്തണേ റഹ്മാനെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാൻ. അല്ലാഹുവേ, പടച്ചവനെ റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ പടച്ചവൻ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വാപ്പയില്ലാതാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ വീടിന്റെ വിളക്ക നീ അണച്ചു കളയല്ലേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെയൊക്കെ നീ സാലിഹത്താക്കണേ റഹ്മാൻ. ഞങ്ങളെ ചതിക്കുന്നവളാക്കല്ലേ അല്ലാ. ഞങ്ങളെ വേദനിപ്പിക്കുന്നവളാക്കല്ലേ അല്ലാ. രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ വിളിച്ചു. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ തരല്ലേ അല്ല. ഞങ്ങളുടെ പൊന്നുമക്കളുടെ നെഞ്ചിന്റെ മുകളിൽ മണ്ണ് വാരിയിടേണ്ട അവസ്ഥ തരല്ലേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കൈകൾ മരിക്കുവോളം ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ റഹ്മാൻ. അല്ലാഹുവേ, ഇസ്സത്ത് നിലനിർത്തി തരണേ റഹ്മാനെ. ഇസ്സത്ത് നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ഉമ്മത്തിന് നീ ഐക്യം നൽകണേ അല്ലാ. ഉമ്മത്തിന് നീ ഐക്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാ. പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാ, നീ കൈവിടല്ലേ റഹ്മാനെ. ജോലിയിൽ സ്ഥിരത നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാ. എന്റെ ഉമ്മച്ചിക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹു, എൻ്റെ ഉമ്മയുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കണേ പടച്ചവൻ. അല്ലാഹു, എൻ്റെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, എൻ്റെ ഭാര്യ അവരുടെ മാതാപിതാക്കളുടെ രോഗത്തിന് ശിഫ കൊടുക്കണേ അല്ലാ. എൻ്റെ സുമയ്യെ നീ സാരിഹത്തായ ഒരു ഇണയാക്കണേ റഹ്മാനെ. എൻ്റെ നഈമിനെയും സിനാനിനെയും നീ ഹാഫിദീങ്ങളാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഈ ശബ്ദം നിലനിർത്തി തരണേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. നീ നൽകിയ നിഅമത്ത് നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ, പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ രാത്രി ഇവിടെ ആരൊക്കെ ഒരുമിച്ച് കൂടിയോ ഞങ്ങളെ നീ പടച്ചവനെ മക്കത്തും മദീനത്തും എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ഇന്ന് പിരിയുകയാ. ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാ. ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഈ മജ്ലിസ് അവസാന മജ്ലിസ് ആക്കല്ലേ അല്ലാ. പടച്ചവനെ, എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. നല്ലതാണെങ്കിൽ നീ നടത്തി തരണേ അല്ലാ. അല്ലാഹു, നല്ലതാണെങ്കിൽ നീ നടത്തി തരണേ അല്ലാ. അതിന്റെ വഴികൾ നീ തുറന്നു തരണേ പടച്ചവനെ. നീ സഹായിക്കണേ റഹ്മാനെ. നീ സഹായിക്കണേ റഹ്മാനെ. നിന്റെ തൃപ്തിയല്ലാതെ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല റഹ്മാനെ. അല്ലാഹുവേ, ഖൈറാണെങ്കിൽ നീ നടത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാ. ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഇന്ന് രാത്രി ഇവിടെ നിന്ന് പിരിഞ്ഞു. നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചു പോയാ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ. ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ. ഞങ്ങളുടെ തൗബയാക്കണേ നാഥ. اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരുടെയും ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുക. അല്ലാഹു ഇനി കാണാൻ ആയുസ് നൽകട്ടെ. വആഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.